E-Master Digital Education App Kerala syllabus 8ാം ക്ലാസ് മുതൽ +2 വരെ. Download now. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ആക്ച്വലി ഇതൊരു വെൽക്കം ബാക്ക് ആണ്. യു ആർ വെൽക്കം ബാക്ക് ടു കെൻവി ഓൺലൈൻ ഇംഗ്ലീഷ് പ്രസൻസ് മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. ഒരു കോടിക്ക് വേണ്ടിയുള്ള കളിയാണ് ജയറാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പാലക്കാട്ടെ മണ്ണൂരിലെ രജിതയ്ക്ക് വേണ്ടിയുള്ള മത്സരം. ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പരമാവധി പണം ഉണ്ടാക്കാൻ വേണ്ടി കടുത്ത പോരാട്ടത്തിലാണ് ജയറാം. മത്സരം നമ്മൾ തുടരുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഓണക്കാലം, അതായത് ആൾക്കാരെല്ലാം ഇപ്പം ഓണാഘോഷത്തിന് പുറത്തിറങ്ങുന്നില്ല, അകത്ത് തന്നെ ഉണ്ട് ആൾക്കാർ. ഇപ്പം നമ്മൾ പറയുന്നതൊക്കെ സാധാരണ 50,000 പേരെ കണ്ടു 10 ലക്ഷം ആൾക്കാർക്ക് കാണുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഒരു ഡിപ്രഷൻ സ്റ്റേജൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഓണം ആഘോഷിക്കാൻ പറ്റാതെ പോയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഇന്ന് ജയറാം ഈ വേദിയിൽ മത്സരിക്കുന്നത്. രജിത എന്നാണ് ആ കുട്ടിയുടെ പേര്. പാലക്കാടിലെ മണ്ണൂർ എന്ന് പറയുന്നത്, മണ്ണൂർ രാജകുമാരണി കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെയൊക്കെ നാട്ടിൽ അപ്പോൾ ആ കുട്ടിക്ക് 26 വയസ്സുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ രോഗത്തിന്റെ പേര് മൈറ്റോകാർഡിനൽ സൈറ്റോപ്പതി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അകാലത്തിലെ വാർദ്ധക്യം വരിക. ഇപ്പൊ 26 വയസ്സുണ്ട്, പക്ഷെ ആ കുട്ടിയുടെ ബ്രെയിൻ്റെ ഒക്കെ വളർച്ച 76 വയസ്സും 75 വയസ്സിന്റെ ഒക്കെയാണ്. അപ്പൊ ആ കുട്ടി, അതിന് അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. അച്ഛന് പുള്ളുവമ്പാട്ടുകാരനായിരുന്നു. അച്ഛന് ശരിക്കും ഇത് അറിയായിരുന്നു ഈ കുട്ടിക്ക് അസുഖം ഉണ്ടെന്നുള്ളത്. പക്ഷെ അച്ഛൻ പറഞ്ഞില്ല. മകളോടുള്ള സ്നേഹവാത്സല്യം കൊണ്ട് അച്ഛൻ പറയാതെ കടന്നുപോയി. അപ്പോ ഈ അടുത്തിടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു അസുഖം. അപ്പോൾ അകാലത്തിലെ ആ കുട്ടിയെ വാർദ്ധക്യം പിടിയെടുക്കുക. പാലക്കാട് ജില്ലയിലെ മണ്ണൂർ പഞ്ചായത്തിൽ കാരുണ്യം തേടുന്ന കണ്ണുകളുമായി പ്രാർത്ഥനയോടെ രജിത കാത്തിരിക്കുകയാണ് സന്മനസ്സുള്ളവരുടെ സഹായ ഹസ്തങ്ങൾക്കായി. അപൂർവ രോഗത്തിന്റെ ആശങ്കയിലാണ് ഈ 26 വയസ്സുകാരി ഇപ്പോൾ. രജിതയുടെ പ്രായം 26 വയസ്സാണെങ്കിലും 65-70 വയസ്സുകാരുടെ മസ്തിഷ്ക വളർച്ചയും പെരുമാറ്റ രീതികളുമാണ് ഈ രോഗത്തിന്റെ സ്വഭാവം. സംസാരിക്കുമ്പോൾ കൺപോളകൾ തനിയെ അടഞ്ഞു പോകുന്നതിനൊപ്പം ശ്വാസം മുട്ടലും രജിത എന്ന 27 വയസ്സുകാരിയെ ദുരിതത്തിലാക്കുന്നു. രജിതയുടെ അച്ഛൻ പുള്ളുവൻപാട്ട് കലാകാരനായിരുന്ന കിഴക്കമ്പുറം വടക്കേ വീട്ടിൽ രാമദാസ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞതോടെ അംഗൻവാടി ജീവനക്കാരിയായ അമ്മ പുഷ്പവതിയുടെ ഏക വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ആശ്രയം. തിരുവനന്തപുരം ശ്രീ ചിത്രയിലേക്കുള്ള ചികിത്സാ യാത്രകൾക്കും മരുന്നിനുമായി പ്രതിമാസം 10,000-ലേറെ രൂപ കണ്ടെത്താൻ കഴിയാതെ കഷ്ടപ്പാടിലാണിപ്പോൾ രജിതയും അമ്മയും. പഠനത്തിൽ മുന്നിലായിരുന്ന രജിത കണ്ണുകളടയുന്ന കഷ്ടതകൾക്കിടയിലും വായനയുടെ വാതിലുകൾ അടയ്ക്കുന്നില്ല. വീട്ടുകാരുടെ സ്നേഹവാത്സല്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കരുതലും കൂടി മുന്നോട്ടുള്ള ഈ യാത്രയിൽ ഇപ്പോൾ രജിതയ്ക്കൊപ്പമുണ്ടാകേണ്ടിയിരിക്കുന്നു.
അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടിയായിരിക്കും ജയറാം ഈ പണം മുഴുവൻ നൽകാൻ പോകുന്നത്. അപ്പൊ അതൊരു വല്ലാത്ത ഒരു മൊമെന്റ് ആണ്. എന്നാലും നമ്മുടെ ഓണമാണ് ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ എനിക്ക് കിട്ടിയ തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമാണ്. അതെ. കാര്യം ഈ പൈസ മുഴുവൻ നമ്മൾ അവർക്കായിരിക്കും കൊടുക്കുക. ആ തെക്കേ ഗോപുര നട തള്ളി തുറന്നിറങ്ങുന്ന തിരുവമ്പാടി ആനയുടെ പേരെന്തായിരുന്നു? ചന്ദ്രശേഖരൻ. ഇപ്പൊ ഈ അടുത്ത കുറെ കാലമായിട്ട് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ. എനിക്ക് തോന്നുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ജയറാമിന്റെ മനസ്സിലുണ്ടാക്കിയ ഇംപ്രഷൻ എന്താ? നമ്മൾ അതിനിടയ്ക്ക് ഒരു സൂത്രപ്പണി ചെയ്തു, ജയറാം അറിഞ്ഞൊന്നും അറിയില്ല. നമ്മൾ 24 വാർത്താ ചാനലിന്റെ വിർച്വൽ ഫ്ലോറിൽ ഈ ആനയെ കൊണ്ടുവന്നു, പെരുമനത്തെ കൊണ്ടുവന്നു. ഇവരെ പല സ്ഥലത്ത് നിർത്തിയിട്ട് ഒന്നിച്ചാക്കി നമ്മൾ കാണിച്ചു. ഇപ്പൊ ഒരു വെസ്റ്റേൺ ഈ യന്ത്രം ഉണ്ടാക്കുന്ന ഇതൊക്കെ ഈ വിർച്വൽ സ്റ്റുഡിയോയുടെ ഒക്കെ യന്ത്രം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ജർമ്മനിയിലുള്ള കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ പൂരം കിടക്കുന്നു. കാരണം അവർ അന്തം വിട്ടുപോയി. കാര്യം ഇത്രയും വലിയ ഒരു ആന വന്ന് ഫ്ലോറിൽ ഇറങ്ങി എന്ന് പറഞ്ഞു ചെറിയ കാര്യമല്ല. അപ്പൊ ഈ തെച്ചിക്കോട്ടുകാവ് എനിക്ക് ആ ആനയെ കാണുമ്പോൾ ഇപ്പോഴും ഒരു വിസ്മയോ. ശരിക്കും ജയറാം ഒരു പ്രത്യേകിച്ച് എന്നെക്കാളും ആനയെ വളരെ അവഗാഹത്തിൽ അറിയുന്ന ഒരാളാണ്. അപ്പൊ എനിക്കൊന്ന് ആനയുടെ അമണാകുഴി കണ്ട ആള് അല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ജയറാമിന്റെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒരു സംഭവം അല്ല, അവൻ തിടമ്പേറ്റി നിൽക്കുന്ന ഒരു ഉയരം കൊണ്ടും കേമത്വം കൊണ്ടും എല്ലാം ഗംഭീരമായിട്ടില്ല. അങ്ങനെ രാമേന്ദ്രനെ പിന്നെ എത്രയോ കേരളത്തിൽ അങ്ങനെ തലയെടുപ്പുള്ള ഒരു നമ്മുടെ ഒരു 15, 20, 30 ആനകളെ പറയാൻ പറഞ്ഞാൽ അങ്ങനെ തലപ്പത്ത് നിൽക്കുന്ന കുറെ ആനകളുണ്ട്. ഈ ആന മുതലാളിമാരെയൊക്കെ ജയറാമിന് അറിയാമോ? ഒരുപാട് പേര് അറിയാം. അവരുടെയൊക്കെ ഒരു അവസ്ഥ ഇപ്പൊ എന്താ? വളരെ മോശമാണ്. എനിക്കൊന്ന് ജയറാമിന്റെ കൂടെ കലാജീവിതം ഒരേ കാലത്ത് നടത്തിയ പല ആളുകളും ഒരു വല്ലാത്ത സങ്കടത്തിൽ, മിമിക്രിക്കാര് പ്രത്യേകിച്ച്, സത്യം അനൗൺസ്മെന്റുകാർ, മൈക്ക് അനൗൺസ്മെന്റ്. ഇന്ന് ജയറാമിന് ഏത് മേഖലയിലൊക്കെ പ്രതിഭയുണ്ടോ അവരുടെ എല്ലാ അവസ്ഥ കോവിഡ് കാലത്ത് ഭയങ്കര ചെണ്ടക്കാരുടെ കാര്യം പിന്നെ ഒന്നും പറയാനില്ല. കാര്യം അത്രയ്ക്ക് ബുദ്ധിമുട്ട്. എന്റെ കൂടെ തന്നെ മേളം കൊട്ടുന്ന പലരും, ഗ്രൂപ്പിലുള്ള പലരും പല ജോലികൾ മീൻ വെക്കാൻ പോവാ. ജയറാമിന് മേളം കൊട്ടാൻ ഒരു ടീമുണ്ടോ? ഇപ്പോൾ ഉണ്ട്. എനിക്കൊന്നും ജയറാം ഈ ഇടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞു, നെയ്യാറ്റിൻകര ക്ഷേത്രത്തിന് അപ്പുറത്തൊരു സ്ഥലത്ത് ജയറാം മേളം കൊട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ വന്ന് കൊട്ടി ആ ഓട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ചോറ്റാനിക്കയുടെ കാര്യം 111 പേരാണ് എന്റെ കൂടെ. 111 പേരാണ് എന്റെ കൂടെ. എന്റെ വലതു ഭാഗത്ത് ചോറ്റാനിക്കര നാരായണ മാരാരെന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മാരാരുടെ മകൻ ചോറ്റാനിക്കര സത്യൻ മാരാരാണ് എന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നത്. എന്റെ ഇടതു ഭാഗത്ത് ആനിക്കാട് കൃഷ്ണകുമാർ. അങ്ങനെ തുടങ്ങി കേരളത്തിലുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 15 ഉരുട്ട് ചെണ്ടക്കാര്, പുറകിൽ എല്ലായിട്ട് 111 പേരാണ്. 110 പേര് എന്റെ കൂടെ. സൂപ്പർ. ഇതൊക്കെ ഒരു വലിയൊരു കൗതുകമാണ്. കാരണം എനിക്കൊന്ന് ചിലപ്പം പലരും നടന്മാരായെന്ന് വരും, പക്ഷേ പലർക്കും പറ്റാത്ത ഒരു കാര്യമാണിത്. കാരണം താളബോധമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും, പക്ഷേ ഒരു ചെണ്ടക്കോൽ വീഴുന്ന മാത്രമല്ല, ഇത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോവുക അല്ലേ. 3 മണിക്കൂർ നിന്ന് എനിക്കൊന്ന് ജയറാമിന് അതിൽ തുടക്കം മുതലേ ഇതിന് ഇത്രയും ദൈർഘ്യത്തിൽ കൊട്ടുമായിരുന്നല്ലേ? 3 മണിക്കൂറും അല്ലേ? 3 മണിക്കൂർ. ഓക്കെ. ആരായിരുന്നു ജയറാമിന്റെ ഗുരു ഈ കാര്യത്തിൽ? എന്നെ ഇന്നത്തെ നിലയിൽ എന്നെ കൊട്ടാൻ പ്രാപ്തനാക്കിയിട്ടില്ല മട്ടന്നൂര് തന്നെ. അതിനു മുമ്പുള്ള ഗുരുക്കൾ മാർഗി കൃഷ്ണദാസ്. ഗുരുവിന്റെ എല്ലാ ആദരവ് അറിയിക്കുന്ന ഒരു ഗുരു തന്നെയാണ് അദ്ദേഹം അല്ലേ? അതെ. എങ്ങനെയാ മട്ടന്നൂരിനെ ജയറാം വിലയിരുത്തുക? പല്ലശന നന്ദകുമാർ എന്ന് പറയുന്ന ഗുരുനാഥൻ ഉണ്ടായിരുന്നു, മാർഗി കൃഷ്ണദാസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ നിലയിലേക്ക് എന്നെ എത്തിച്ചത് മട്ടന്നൂർ തന്നെയായിരുന്നു. ചെണ്ടാമിനെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന കാലത്താണ് വെള്ളിനേഴി എന്നുള്ള സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോകുന്നത്. അപ്പൊ പോയപ്പോ വെള്ളിനേഴി ഒളപ്പമണ്ണ മനയിലെ ഷൂട്ടിങ്ങിന് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ചോദിച്ചു, ദാ കാണുന്നതാണ് കേട്ടോ മട്ടന്നൂരിന്റെ വീട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമേ, ജീവിതത്തിൽ ഒന്ന് കണ്ടൊരു കാര്യം ചോദിക്കണം എന്ന് ആഗ്രഹിച്ച് അദ്ദേഹം ഉണ്ടോന്ന് അന്വേഷിപ്പിച്ചോ, ഇപ്പൊ ഇറങ്ങും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓടി വീട്ടിലേക്ക് ഇരുന്നു, സാഷ്ടാംഗം വീണ് കാലിലേക്ക്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അങ്ങയുടെ ശിക്ഷണത്തിൽ ഒന്ന് പഠിക്കണം എന്നുള്ളത്, മറുത്ത് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോവാണ്, എന്തായാലും തന്നെ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. ഇത് ഏകദേശം ഒന്നും പറഞ്ഞില്ല. ഇല്ല, അല്ല, അതിന് സംശയം വന്നില്ല. ഒരു സിനിമാ നടൻ എന്തിനാണ് ഇത് ഇറങ്ങിത്തിരിക്കുന്നത്? ഇത് സീരിയസ് ആയിട്ടാണോ? ഇനി ഏതെങ്കിലും കഥാപാത്രത്തിന് വേണ്ടി പഠിക്കുകയാണോ? അങ്ങനെയൊക്കെ സംശയിച്ചൊന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. അതിനുശേഷം സാത്വികനാണ്. അതെ, അയ്യോ, അതാണ് എപ്പോഴും നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു പ്രതിഭയ്ക്കപ്പുറം ഒരു ഭയങ്കര മനുഷ്യ സ്നേഹിയായിട്ട് ഹ്യൂമനിസ്റ്റ്. അത് മാത്രമല്ല, ഒരു വിദ്യ നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, ഒരാളുടെ തലയിലേക്ക് ഇത് കയറ്റി കൊടുക്കുക, അതാണ് യഥാർത്ഥ ഗുരുനാഥൻ എന്ന് പറയുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. പഞ്ചാരിയുടെ ആദ്യകാലങ്ങൾ, 1ാം കാലം വിസ്തരിച്ച് എൻ്റെ മനസ്സിലേക്ക് പറഞ്ഞു തന്നത് ഇപ്പോഴും. അതായത് എൻ്റെ കുട്ടിക്കാലത്ത് ഈ ആശാമ്പള്ളിക്കൂടെ ഉണ്ട്, എഴുത്തുപള്ളിക്കൂടെ എന്നൊക്കെ പറയില്ലേ? അതെ, എന്നെ ഫസ്റ്റ് പഠിപ്പിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 1 തൊട്ട് 10 വരെ എണ്ണാൻ പഠിപ്പിച്ചത് എൻ്റെ ഓർമ്മയിൽ. തലയൊന്ന്, കണ്ണ് 2, തേങ്ങയ്ക്ക് കണ്ണ് 3, പശുവിന് കാൽ 4, ഒരു കൈയിൽ വിരൽ 5, പപ്പടം 6, ഏണി 7, 8 കാലി 8, പമ്പരം 9, 2 കൈയിൽ വിരൽ 10 എന്ന് പറയുന്ന 1 തൊട്ട് 10 വരെ പഠിപ്പിച്ചത് ഉണ്ട്. അതേപോലെയാണ് മട്ടന്നൂരാശാൻ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, പഞ്ചാരിയുടെ വേറെ ഒന്നും മനസ്സിൽ വെക്കേണ്ടത്, സന്ധ്യയ്ക്ക് നാമം ചൊല്ലുന്നത് ഹരഹര ശിവ ശിവ, ഹരഹര ശിവ ശിവ, ഹരഹര ശിവ ശിവ, ശംഭോ ശിവനമ. കിട്ടിയോ? അതാണ്ട് കുട്ടിക്കോളൂ, കറക്റ്റാണ്. 4 ദിവസം കൊണ്ട് മനസ്സിലേക്ക് കയറ്റുന്നു.
ഇപ്പോഴും ആ വായ്ത്താരി മുഴുവൻ സന്ധ്യക്ക് നാമം ജപിക്കുന്ന പോലെ. അത് വേറെ ആൾക്ക് പറ്റില്ല, വേറെ ആൾക്ക് പറ്റില്ല അത്. യാ സൂപ്പർ. ഇനിയിപ്പോ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. 70,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ പ്ലീസ്. ജയറാം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ താങ്കളുടെ ഭാഗ്യജാതകം ഇരിക്കാൻ പോവാ. അതായത് ഗൂഗിൾ, അതുപോലെ എനിക്കൊന്ന് മൈക്രോസോഫ്റ്റ്, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേറ്ററെ രംഗത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളുടെ വൺ മാൻ ഷോ ഒക്കെ ജയറാമിന്റെ സിനിമയൊക്കെ ഇരുന്ന് ഇറാഖിലും ഒക്കെ തന്നെ അവരുടെ ഭാഷയിൽ അവർ ആസ്വദിച്ചു. എനിക്കൊന്നൊരു പക്ഷേ ലോകത്ത് മുഴുവൻ നമ്മുടെ ആളുകൾ അറിയപ്പെടാൻ പോവുകയാണ്. നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ കേരളമായി പോയതുകൊണ്ട് മലയാള ഭാഷയുടെ പരിമിതി കൊണ്ടും ഇത്രയും നല്ല, ഇപ്പം നമ്മൾക്ക് മമ്മൂക്കയെ പോലെയും മോഹൻലാലിനെ പോലെയൊക്കെയുള്ള എത്രയോ നല്ല ആർട്ടിസ്റ്റുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ എപ്പോഴും അവർ ആലോചിക്കുന്നത്, ഞാൻ മുംബൈയിലായിരുന്നെങ്കിൽ, ഞാൻ ന്യൂയോർക്കിലായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ബോറന്മാർക്ക് എത്രയോ അക്കാഡമി അവാർഡുകൾ കിട്ടുന്നു. അപ്പോൾ ഈ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഒരു പക്ഷേ എനിക്കൊന്ന് ജയറാമിന്റെ ഈ കാലത്ത് തന്നെ ഒരു വിതിൻ ഒരു 2 years സത്യം അത് സംഭവിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കൊച്ചു നാട്ടിൽ പിറന്ന സിനിമകളുടെ മഹത്വം എന്താണെന്ന് ഒരുപക്ഷെ സത്യനന്ദിക്കാടൊക്കെ ചിലപ്പം പുതുതായിട്ട് വല്ല അക്കാഡമി അവാർഡ് വല്ലതും തിരഞ്ഞെടുക്കപ്പെട്ടാലും അത്ഭുതമില്ല, അറിയാൻ പറ്റത്തില്ല. ഓസ്കാർ അവാർഡ് കേട്ട് വന്ന ആളാണ്, അതറിയില്ലേ? അന്തിക്കാടിന്റെ ആണോ? അന്തിക്കാട്. ഞാനും അന്തിക്കാടും കൂടിയിട്ട് ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത്, അമേരിക്കയിലെ ഷിക്കാഗോയില് വേൾഡ് മലയാളി കൗൺസിൽ, അവര് ഞങ്ങളെ ഗസ്റ്റായിട്ട് വിളിച്ചു, അവരുടെ ഫംഗ്ഷൻ വിളിച്ചു. ഫംഗ്ഷൻ കഴിയുന്ന സമയത്ത് 2 അവാർഡുകൾ തന്നു. അത് താഴേന്ന് ശരിക്കും നമ്മുടെ വൈറ്റ് ഹൗസിന്റെ പോലെ, അമേരിക്കയിലെ വൈറ്റ് ഹൗസ് പോലെ വലിയ പില്ലറുകളും, അതേപോലെ അതിന്റെ മുകളിൽ ഓസ്കാറിന്റെ കണ്ടിട്ടില്ലേ ആ രൂപം, അതേപോലെ ഇത്ര എല്ലാം കൂടിയിട്ട് നിലത്ത് ഇത്ര ഹൈറ്റ് ഉണ്ട് സാധനത്തിന്. ഇതെനിക്കും കിട്ടി, സത്യനന്ദിക്കാടിനും കിട്ടി. അവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞു, തിരിച്ച് നേരെ എയർപോർട്ടിൽ. അപ്പൊ ഈ സാധനം എങ്ങനെ പെട്ടിക്കകത്ത് കൊള്ളില്ല, അത് എന്നാ നാട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ. ഇത്രയും വലിയ സാധനം ഇത് പെട്ടിക്കകത്ത് എവിടെയും കൊള്ളൂല്ല. സത്യനോട് ചോദിച്ചു, പറഞ്ഞു അത് എങ്ങനെയോ ചവിട്ടി കൂട്ടി ഞാൻ പെട്ടിക്കകത്ത് ആക്കി എന്ന് പറഞ്ഞു. എനിക്കിത് വെക്കാൻ ഒരു സ്ഥലമില്ല. അങ്ങനെ അവസാനം ഹോട്ടലിന്റെ ഈ ലോണ്ടറി ബാഗ് ഉണ്ടല്ലോ, ആ ലോണ്ടറി ബാഗിന്റെ അകത്ത് ഇവന്റെ നാണം മറയ്ക്കുന്ന പോലെ പകുതി വരെ കയറ്റി അകത്തേക്ക്, എന്നിട്ട് കെട്ടി, ഇവനെ മൊത്തം കെട്ടി ഇത് കയ്യിൽ പിടിച്ചിരിക്കുക. എന്നിട്ട് നേരെ ഷിക്കാഗോ എയർപോർട്ടിൽ കൊണ്ട് ഞാനുണ്ട്, സത്യനന്ദിക്കാടുണ്ട്, കൺവെയർ ബെൽറ്റിലേക്ക് സാധനം ഇട്ടു. ഓസ്കാർ അവാർഡ് കഴിഞ്ഞിട്ട് 4 ദിവസമായിട്ടു പലരും പോകുന്നുണ്ട് ആ വഴി ഈ വഴിയൊക്കെ. ഈ സെയിം സാധനം കൺവെയർ ബെൽറ്റിനകത്ത് കൂടെ വരുന്നു. നിർത്താൻ പറഞ്ഞു അവര്. ഇത് ആരുടെ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെയാണ്. ദൈവമേ വല്ല കുഴപ്പമായോ? യു ആർ ആൻ ഓസ്കാർ അവാർഡ് വിന്നർ എന്നിട്ടാണോ ഇത് എടുക്കാൻ പറഞ്ഞത്? ഇതൊന്നും അതിനകത്തേക്ക് ഇടാൻ പാടില്ല, അതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വലിയ വിലയുള്ളതാണ് അമേരിക്കയിൽ. അങ്ങനെ ഇത് നേരെ എടുക്കുന്നു, അവരുടെ സെക്യൂരിറ്റി ഓഫീസിൽ വെക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഈ പറയുന്ന കഥയിൽ ഒരു ഇതില്ല കേട്ടോ, സത്യനന്ദിക്കാണ്ട് ചോദിച്ചറിയാം. എയർപോർട്ട് ചീഫ് മാനേജർ ഒക്കെ വരുന്നു, നേരെ വന്നിട്ട് പേരെന്താ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ജയറാം. അറിയോ ഓസ്കാർ അവാർഡ് വിന്നർ എന്ന് പറയുമ്പോ ഞാൻ അല്ലാന്നെങ്ങാനും പാർവതി ഉണ്ട് കൂടെ. അയ്യേ വേണ്ട, അയ്യാ ഓസ്കാർ അവാർഡ്. നേരെ കൊണ്ടുപോയിട്ട് ഓഫീസിലിരുത്തുന്നു. ഫ്ലൈറ്റിന്റെ ടൈം ആകുമ്പോൾ ഞങ്ങൾ പറയാം, ആ സമയത്ത് വന്നാൽ മതി മറ്റേന്ന് പറയുന്നു. അവിടെ നിന്ന് ഒരാൾ അക്കമ്പനി ചെയ്ത് നേരെ കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു ഈ സാധനം അകത്തേക്ക് ഇട്ടരുത്, മറ്റേ ലഗേജിന്റെ അങ്ങോട്ട് മേളിൽ വെക്കരുത്, അതിന് ഞങ്ങളുടെ രാജ്യം കൊടുക്കുന്ന ഓണറാണിത്. അതുകൊണ്ട് ഒരു സീറ്റിൽ, വേക്കന്റ് ആയിട്ടുള്ള ഒരു സീറ്റിൽ ഈ സാധനത്തിനെ കെട്ടി ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഉടുപ്പെങ്ങാനും ഒന്ന് താത്തിയാൽ മത്തായി ചാക്കോ, അന്നാമ ജേക്കബ്, മലയാളി കൗൺസിൽ എല്ലാം ഉണ്ട്, സകലരുടെ പേരുണ്ട്. അതെ ദൈവം ഇവിടെ വെച്ചെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ നാണക്കെടും. ഞാൻ പറഞ്ഞു മിണ്ടായിരിക്കും. ലണ്ടൻ വഴിയാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഏകദേശം ലണ്ടൻ വരെ എത്തിക്കഴിഞ്ഞിട്ട് ഇത് കിട്ടിയ ഒരാള് പാവം അപ്പുറത്തെ എക്കണോമിക് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അതെ ലണ്ടൻ എത്താറായപ്പോ ഈ ക്രൂ ഇറങ്ങുന്നതിന് മുമ്പ് പൈലറ്റ് വന്ന് പറഞ്ഞു, ഇത് എന്റെ വക ഒരു ഷാംപെയിൻ ഫ്രീ ആയിട്ട്, അതെ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് സീറ്റിൽ തന്നെ അത് വെച്ച് കൊണ്ടുപോകാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തു തരാണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓസ്കാർ എനിക്ക് കിട്ടാൻ ഹെൽപ്പായിട്ടുള്ള ഇതിന്റെ സംവിധായകൻ എക്കണോമിക് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ ഇത് പറയണ്ടേ നേരത്തെ. അങ്ങനെ ഒരു വലിയ ആൾക്കാര് ലണ്ടനിൽ നിന്ന് കൊണ്ട് സത്യനന്ദിക്കാരനെ സ്വീകരിച്ച് കൊണ്ട് ഞാൻ പറഞ്ഞു മിണ്ടരുത്, ഈ സാധനം എന്റെ പെട്ടിക്കകത്തുണ്ട്, അത് വെറുതെ അതിനകത്ത് കിടക്കുക, എനിക്കിത് കയ്യിൽ പിടിച്ച മതിയായിരുന്നു. അങ്ങനെ ബോംബെ വരെ സകല ഇതോടുകൂടി വന്നിറങ്ങി. ബോംബെയിൽ വന്നിറങ്ങിയപ്പോൾ ഈ അടുത്ത പൈലറ്റും ഒരു ഷാംപെയിൻ, സ്പാർക്ലിംഗ് ഷാംപെയിൻ എന്റെ വക ഇരിക്കട്ടെ, ഓസ്കാർ വിൻ ചെയ്ത്. അങ്ങനെ ബോംബെ എയർപോർട്ടിൽ ഇറങ്ങി. സത്യനന്ദിക്കാട് തിരിച്ചു പോകുമ്പോൾ പറയും, കണ്ട സാധനത്തിന്റെ ഒരു വില. സത്യനന്ദിക്കാട് പറയും, ഇത് ഞാൻ വെറുതെ ഇതിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം സത്യനന്ദിക്കാടിന്, ജീവിതത്തിൽ മദ്യപിക്കാത്ത സത്യനന്ദിക്കാടിന് ഒരു ഷാംപെയിനും ഞാൻ കൊടുത്തു. ഷാംപെയിൻ എന്താണെന്ന് അറിയില്ല, അതെങ്ങനെ പൊട്ടിക്കേണ്ടതെന്ന് അറിയില്ല. അടുത്ത ദിവസം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു,
പപ്പടം കാച്ചുന്ന കോലുകൊണ്ട് ഷാമ്പയിൻ കുത്തി കുപ്പി പൊട്ടി മൊത്തത്തില് അങ്ങനെ കഥയുണ്ടായിരുന്നു. അപ്പോ ഇനി നമ്മൾക്ക് അടുത്ത ചോദ്യം. മലയാള സിനിമയിൽ ആദ്യമായി ഓസ്കാർ നേടിയ നടൻ അത് ജയറാമാണല്ലോ. സംവിധായകൻ സത്യൻ അന്തിക്കാട്. സംവിധായകൻ സത്യൻ അന്തിക്കാട്. വേറെ ആർക്കും കിട്ടിയില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിനി ജയറാം വളരെ ഒരു ജോഗ്രഫി ചോദിക്കട്ടെ. കേരളത്തിന്റെ ജോഗ്രഫിയെ കുറിച്ചുള്ള ബോധം. ഏത് ജില്ലയിലാണ് മാവേലിക്കര? ജില്ല മാറിയിട്ടുണ്ടോ എന്ന് സംശയിച്ചോളണം. കാരണം എനിക്കും ആ കുട്ടിക്ക് പൈസ കിട്ടുമെന്ന് ആഗ്രഹമുണ്ട്. ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി പത്തനംതിട്ട, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി കൊല്ലം, ഓപ്ഷൻ ഇ കോട്ടയം. മാവേലിക്കര ഏത് ജില്ലയിൽപ്പെടുന്ന സ്ഥലമാണ് എന്നാണ് ചോദ്യം. മാവേലി വെച്ച് ഓണം വെച്ചിട്ട് നോക്കിയതാണ് കേട്ടോ. ഓണമാണല്ലോ, മാവേലിയല്ലേ, മാവേലിയുടെ കര. മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ദാസേട്ടന്റെ കൂടെ വായിക്കുന്ന മാവേലിക്കര രാമചന്ദ്രൻ വാർത്ത വായിക്കുന്ന ആളായിരുന്നു. അതെ. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ ജയറാം? ഒരു സമയത്ത് അങ്ങനെ വീട് വിട്ടങ്ങ് പോയി. ഇപ്പോഴും അദ്ദേഹത്തെ കാണാനില്ല. അതായത് വാർത്തകൾ വായിക്കുന്ന രാമേന്ദ്രൻ. വാർത്തകൾ വായിക്കുന്ന മാവേലിക്കര രാമേന്ദ്രൻ ഫ്രം ഡൽഹി. അന്നത്തെ കാലത്ത് ജയറാമിന്റെ മിമിക്രിയിലൊക്കെ പെട്ട് കാണും. അപ്പൊ ഈ വാർത്ത വായിക്കുന്ന രാമേന്ദ്രൻ, അതായത് കൗതുക വാർത്ത വായിക്കുന്ന രാമേന്ദ്രൻ ചേട്ടൻ്റെ ഇപ്പോ 24 പോകുന്നുണ്ട്. ഈ കൗതുക വാർത്തകൾ വായിക്കുന്ന രാമേന്ദ്രൻ. ഇത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ ഫോൺ ചെയ്തു, മാവേലിക്കര രാമേന്ദ്രൻ തിരിച്ചു വന്നു. അദ്ദേഹത്തെ കാണാൻ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മാവേലിക്കരയിൽ ഇനി എന്തൊക്കെ ടിവിയും മറ്റേതൊക്കെ വന്നാലും ഇലക്ഷൻ റിസൾട്ട് ഒക്കെ അറിയാൻ നമ്മളെ റേഡിയോ കേൾക്കുന്നിട്ട് സുഖം എന്തായിരുന്നു? അത് കിടിലമായിരുന്നു, ഭയങ്കരമായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നമ്മൾ കുറെ ഗാനമഞ്ജരി കേൾക്കാനിരിക്കുന്നതും അടുത്ത പരിപാടി അല്പസമയത്തും. അതെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ റെക്കോർഡുകൾ. അതിലെ ഒരു നമ്മുടെ എം ഡി രാജേന്ദ്രൻ ഉണ്ടല്ലോ, ഗാനരചിതാവ്. പുള്ളി ഒരു പ്രോഗ്രാം അനൗൺസർ ആയിരുന്നു തൃശ്ശൂർ ആകാശവാണി. അപ്പൊ അദ്ദേഹത്തിന്റെ അസുഖം ഉള്ളതെന്ന് വെച്ചാല് അദ്ദേഹത്തിന് ഈ ശമ്പളം കിട്ടാൻ താമസിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെ അനൗൺസ്മെന്റിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അത് എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടി എന്ന് പുള്ളി അനൗൺസ് ചെയ്യും. ഇൻവെർട്ടഡ് കോമ ഇടും അനൗൺസ്മെന്റില്. കെ എസ് ചിത്രയൊക്കെ അദ്ദേഹം ഇങ്ങനെ അനൗൺസ് ചെയ്യിച്ചിട്ട് എന്നെ ചീത്ത വിളിക്കുന്നുണ്ടാവും. പണ്ടൊരു നായികയെ തൃശ്ശൂർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, തൃശ്ശൂർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു അന്യഭാഷാ നടി നമ്മുടെ കൂടെ പാട്ടെടുത്തോണ്ടിരിക്കുക തൃശ്ശൂർ മ്യൂസിയത്തിൽ. അവിടുന്ന് തൃശ്ശൂർ ഇതിലേക്ക് ഓണത്തിനന്ന് തിരുവോണത്തിന് ആകാശവാണിക്ക് ലൈവാണ്. അന്ന് എന്നെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസാനം ഇവരെങ്കിലും വരണം, 2 വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി ഇവിടുന്ന്. പോകുമ്പോഴേ എനിക്കറിയാൻ കുഴപ്പമായിരുന്നു. അതെ, ഇവിടുന്ന് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചാണ് വിട്ടത്. ലൈവല്ലേ, തിരിച്ചെടുക്കാനും പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഓണാശ്മാശ്മാശ്മാശ്മാക്കൾ നന്നായി. എന്റെ മാവേലിക്കര ഏത് ജില്ലയിലാണ്? 70,000 രൂപയുടെ ചോദ്യമാണ്. പത്തനംതിട്ടയും അല്ല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്. ഈയിടയ്ക്കൊന്നും KSRTC ബസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല. അമ്പലപ്പുഴ ഹരിപ്പാട് വഴി ഇല്ല. എന്നാലും നമ്മൾ അങ്ങനെ പോകുമ്പോ ആലപ്പുഴ തന്നെയല്ലേ? ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴ ആയിരിക്കും. ആലപ്പുഴ, അമ്പലപ്പുഴ. പത്തനംതിട്ട വേറെ. പത്തനംതിട്ട നമ്മള് ശബരിമല, മറ്റാ അന്നി കോന്നി, അടശ്ശേരിക്കര, കോട്ടയല്ല, എറണാകുളം അല്ല, കൊല്ലം ഒരിക്കലും അല്ല. ആലപ്പുഴ സാർ, ആലപ്പുഴ. മാവേലിക്കര, ആലപ്പുഴ തന്നെ. ഈ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ജയറാം, പ്രേക്ഷകർ ചോദിച്ചാണ് ഇയാൾ എന്ത് പൂത്തക്കോടന് ഇങ്ങനെയുള്ള ചോദ്യമാണോ ജയറാമിനോട് ചോദിക്കേണ്ടത്? എന്ത് നിസ്സാരം, മുടി അതുവഴിയൊക്കെ പോയി കാണുന്നത്, ഷൂട്ടിങ്ങിനൊക്കെ പോയി കാണുന്നത്, ഇയാൾ ഈ ചോദ്യമൊക്കെയാണോ? പക്ഷെ ഇങ്ങനൊരു ചോദ്യം സിമ്പിളായി കിട്ടിയാൽ കൺഫ്യൂഷൻ ആവും. കൺഫ്യൂഷനാണ്, പിന്നെ ഭയങ്കര കൺഫ്യൂഷൻ. ആലപ്പുഴ ആവാം, ചിലപ്പോ പത്തനംതിട്ട ആവാം, ഓരോ ജില്ലയൊക്കെ മാറ്റി. അത് 2 മാത്രമേ സംശയമുള്ളൂ, ആലപ്പുഴയും പത്തനംതിട്ടയും. പക്ഷെ ആലപ്പുഴയാണ് നമ്മൾ പൂട്ടുന്നത് അല്ലേ? ഉറപ്പാണോ? ഉറപ്പാണല്ലോ ജയറാം? ഉറപ്പാണ്. നമ്മളെ കണ്ടിനി പ്രതികാര ദുർഗയായിട്ട് മാറരുത്. ഓക്കെ, അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം പൊട്ടിക്കണോ അല്ലേ? താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആലപ്പുഴ ജില്ലയിലാണ് മാവേലിക്കര. കാര്യം ഈ പത്തനംതിട്ടയിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ ജയറാം. ജില്ലയിൽ കണ്ടില്ല, മാവേലിക്കര കണ്ടില്ല. ജയറാം ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമ ഷൂട്ടിങ്ങിന് പോയ ജില്ല ഏതാ? പാലക്കാട്. ഒറ്റപ്പാലം ഉള്ളതുകൊണ്ട് അല്ലേ? ഒറ്റപ്പാലം, പാലക്കാട്. നമ്മുടെ ഒരു ആത്മകഥ എഴുതുവാണ് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട സ്ഥലം ഏത് മനയാണ്? വരിക്കാശ്ശേരി മനയാണ്. വരിക്കാശ്ശേരി മന, കുന്നത്ത് വീടും ഉണ്ടാവും. കുന്നത്ത് വീട്, ഒളപ്പമണ്ണ മന. ഓക്കെ, അതെ. ഈ ജയറാം യഥാർത്ഥത്തില് എനിക്കൊന്ന് ഈ തമിഴ് സിനിമ ജയറാമിന് വളരെ അടുത്തറിയാം. നല്ല റോളുകൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ശിവാജി ഗണേശനെ ജയറാം ചിലപ്പോഴൊക്കെ അനുകരിക്കുന്നതാണ്. ശിവാജി ഗണേശനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ അഭിനയിച്ചു അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതെ,
അല്ലാതെ എന്റെ സിസ്റ്റർ കല്യാണത്തിനൊക്കെ ഏറ്റവും മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതെ. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ ജയറാം ഈ ഓണക്കാലത്ത്? അയ്യോ, പറയണോ സാർ, ഇത് എന്താണ് അങ്ങനെയൊക്കെ ഒരു ജന്മം, അതായത് ഇനിയില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അതായത് രാജരാജ ചോഴൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട് സാർ? ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, രാജരാജ ചോഴൻ നൃത്തത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ചേരുന്ന ആളാണ്. അതെ, അപ്പൊ ഭരതനാട്യം ഒരു ആരാധകനായിരുന്നു. അതെ, ഒരു ഫാനായിരുന്നു. അതെ, അപ്പോ രാജരാജ ചോഴൻ എന്നുള്ള സിനിമ. അതെ, രാജരാജ ചോഴനിൽ ഇപ്പോഴും തഞ്ചാവൂർ ക്ഷേത്രമുണ്ട്, പ്രകൃതീശ്വര ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ പണി നടക്കുകയാണ്. ആ പണി നടക്കുമ്പോ ആശാരി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ഉളി വിറയ്ക്കും കയ്യിലിരുന്ന്. ഉളി വിറയ്ക്കുമ്പോഴാണ് ക്ഷേത്രം വിറയ്ക്കുന്ന പോലെ തോന്നും. എന്താ, രാജരാജ ചോഴൻ നടന്നു വരിക. അതിനുവേണ്ടി ശിവാജി സാർ എത്ര കാലം ഭരതനാട്യം പഠിച്ചു? ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. പഠിച്ചു, അതിനുവേണ്ടി ഭരതനാട്യം പഠിച്ചു. കാരണം ആ വാക്കിംഗ് തന്നെ അതാണ്, കുറച്ചിങ്ങനെ നടന്നു വരും. എന്തായിരുന്നു അപ്പൊ കണ്ടാൽ തോന്നും നമുക്ക് 6 അടി 2 ഇഞ്ച് പൊക്കോണെന്ന്. സാറ് വളരെ ഷോർട്ടാണ്. ആ വാക്കിംഗ്, അത് എന്തായിരുന്നു, ആ ക്യാരക്ടറായിട്ട് അങ്ങോട്ട് മാറുകയല്ലേ. പിന്നെ ഡയലോഗ് എൻട്രി. ഏറ്റവും കൂടുതൽ പെൺവേഷമായിരുന്നു അക്കാലത്ത് നാടകത്തിലൊക്കെ അദ്ദേഹം ചെയ്തത്. പെൺവേഷമായിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്തത്. അതൊക്കെ ഒരു ലെജൻഡ്. അവരെ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാനില്ല. തങ്കപ്പതക്കമൊക്കെ ഇപ്പൊ പറഞ്ഞില്ല, ഇപ്പൊ ഏതാ പറഞ്ഞത്? തങ്കപ്പതക്കം. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഓർമ്മയില്ലേ? അതെനിക്ക് കേരള വിജയ മരിച്ചു കിടക്കുക. അപ്പോഴാണ് വന്ന് അടുത്ത് വന്നിട്ട് വളരെ കൂളായിട്ടില്ല. ആദ്യം ലക്ഷ്മി பேசுமா, என்னைக்கு நான் நேரத்தோட வருவேன், நீ எனக்காக காத்துக்கிட்டே இருப்ப. இன்னைக்கு நேரம் கழிச்சு வந்துட்டே, நீ தூங்கிட்டேம்மா. லக்ஷ்மி பேசுமா, நான் தான் கூப்பிடுறேன்ல, കണ്ണെ തുറന്ന് എന്നെ പാര്. മരിച്ച് അതങ്ങനെ ബിൽഡപ്പ് ചെയ്ത് അവിടെ കൊണ്ടുവരും. തൊപ്പിയൊക്കെ കഴിച്ചിട്ട് ഭയങ്കര സംഭവം. ഗൗരവം എന്നൊരു സിനിമയാണ് സാർ. ശിവാജി ഗണേശൊക്കെ പറഞ്ഞാൽ നമുക്കാണ് ഇത് കയറും. ഗൗരവം, ആലയമണി, അങ്ങനത്തെ സിനിമ. അതൊക്കെ അദ്ദേഹത്തിന്റെ നടത്തം വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെജസ്റ്റിക് വാക്ക്. ആലയമണി എന്നുള്ള സിനിമയിലാണെന്നുള്ള എന്റെ ഓർമ്മ. ഫസ്റ്റ് ശിവാജി ഗണേശൻ ടക്ക് ടക്ക്, ഷൂവിന്റെ ശബ്ദം മാത്രം കേട്ടിട്ടാണ് ജോലിക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇങ്ങനെ നടന്ന് പോകുമ്പോ ഒരു ജോലിക്കാരൻ പറയും, ആഹാ നടയുന്ന നമ്മ മുതലാളി നട, ഇതാണപ്പ നടയെന്ന് പറയും. തിരിഞ്ഞു നോക്കും, ഇല്ലേ ഒന്നുമില്ല എന്ന് പറയും. ഇന്റർവെല്ലിന് ശേഷം 2 കാലും വെട്ടിക്കളഞ്ഞിട്ട് വീൽ ചെയറിൽ വന്നിട്ട് അവിടെ നിർത്തും. ഇപ്പൊ മുതലാളി നട എപ്പിടി ഇருக்கு, അയ്യാ അയ്യാന്ന് പറയും. എന്താണെന്ന് നമുക്കവിടെ ഫീൽ ചെയ്തൊക്കെ എന്തായാലും ജയറാം ഓർക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു. ഉള്ളിലേക്ക് അത് എടുക്കുന്നു അല്ലേ, കരഞ്ഞു പോകും നമ്മൾ അല്ലേ ആലോചിച്ചു കഴിഞ്ഞാൽ. പ്രഭുവിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അറിയാം, നല്ല സുഹൃത്താണ് അല്ലേ. എനിക്കൊന്ന് അതെ, പ്രഭുസാറിനെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ അച്ഛന്റെ കാര്യങ്ങളാണ് മുഴുവൻ പറയാറ് അദ്ദേഹം. ഈ ജയറാം അദ്ദേഹം തുടങ്ങിയ ഒരു മില്ല് ആലപ്പുഴയിലുണ്ട്, ചെങ്ങന്നൂരാണ്, സോറി, പ്രഭുറാം മിൽ എന്ന് പറയും മില്ല്. ശരിക്കും ശിവാജി ഗണേശൻ അദ്ദേഹത്തിന് 2 മക്കളുടെ പേരിൽ തുടങ്ങിയ മില്ല് കേരളത്തിലുണ്ട്. എന്ത് മില്ലെന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽ മില്ലാണ്. പ്രഭുറാം എന്നാണ് അതിന്റെ പേര്, പ്രഭുറാം മിൽ. ഇപ്പോഴുണ്ട്. എനിക്കൊന്ന് അതിന്റെ പ്രവർത്തിക്കുന്നുണ്ടോ, അതിന്റെ ഓണർഷിപ്പ് അവർക്ക് തന്നെയാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ശിവാജി ഗണേശൻ തുടങ്ങിയാണ്. അങ്ങനെ കേരളത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ട്, നടന സാന്നിധ്യം മാത്രമല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം, ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് അദ്ദേഹത്തിന്റെ സിനിമകൾ പോയിരുന്ന് കാണുമായിരുന്നു. എന്നിട്ട് നമുക്ക് അതിന്റെ തമിഴ് അറിയത്തില്ലെങ്കിൽ ജയറാം പറയുമ്പോൾ അതിന്റെ ഒരു അർത്ഥസമ്പുഷ്ടി നമുക്ക് മനസ്സിലാകുന്നു ശരിക്കും. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 80,000 രൂപ ചോദ്യം. അപ്പൊ എനിക്കൊന്ന മകൾക്ക് സന്തോഷം വരാൻ, അവളും കണ്ടോണ്ടിരിക്കുക, അപ്പൊ അവൾക്ക് സന്തോഷം വരാനുള്ള സാധ്യത ഉണ്ട്. മോണിറ്റർ പ്ലീസ്. ജയറാമിന് പക്ഷേ ചിലപ്പോൾ അടുത്തറിയാൻ സാധ്യത, പക്ഷെ കൺഫ്യൂസിങ് ആവും. ആരുടെ പ്രതീകമാണ് പൂക്കളത്തിലെ തൃക്കാക്കരയപ്പൻ? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ മഹാബലി, ഓപ്ഷൻ ബി വാമനൻ, ഓപ്ഷൻ സി രാവണൻ, ഓപ്ഷൻ ഡി നാരദൻ, ഓപ്ഷൻ ഇ ചുമ്മാ ഭംഗിക്ക് വെക്കുന്ന. മഹാബലി, വാമനൻ, രാവണൻ, നാരദൻ. നാരദനല്ല, രാവണനുമല്ല, ചുമ്മാ ഭംഗിക്ക് വെക്കുന്നുമല്ല. തൃക്കാക്കരയപ്പൻ ക്ഷേത്രം മഹാബലി. അതെ. വാമന്റെ ക്ഷേത്രം എവിടെയാണ്? വാമന ക്ഷേത്രം ജയറാമും തൃപ്പൂണിത്തുറയായിട്ട് ബന്ധമുണ്ട്. അവിടെ വാമന പ്രതിഷ്ഠയല്ലേ? മഹാബലിയല്ല, വാമനാണ്. മഹാബലിയല്ല. തൃക്കാക്കര ക്ഷേത്രത്തെ കുറിച്ച് ജയറാമിന്റെ ഒരു ഇതെങ്ങനെയാ? ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? തൃക്കാക്കര ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. അവിടെ ശിവനും ഉണ്ട് വാമനും ഉണ്ട്, രണ്ട് ഉണ്ട്. അതെ, നമ്മള്
വാമനൻ വാമനൻ വാമനൻ. തൃക്കാക്കര അപ്പൻ. ശരി, ഇതിപ്പോ എന്തറിയുമോ? ആ. സാറ് പറഞ്ഞ പോലെയാണ്. ചെറിയ ഇത് കാണുന്നവർക്ക് തോന്നും ഇതൊക്കെയാണോ എന്ത് ചോദ്യം? വേണം? ഇത് അറിയത്തില്ല. എന്ത് ജയറാമിന് ഇത് എന്ത്? ഇങ്ങനെ അഭിനയിക്കണോ ചോദിക്കുന്നത്? അല്ലേ? പക്ഷെ ഒരു സാധാരണ ചോദിച്ചത് എനിക്ക് കൺഫ്യൂഷൻ. ചെല്ലു ചോദിക്കുന്നറിയോ, ജയറാമിനെ കൊണ്ട് അഭിനയിപ്പിക്കുമായിരിക്കും എന്നായിരിക്കും. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂസിംഗ് ആണ്. അയ്യോ, കറക്റ്റ് ആണ്. വാമനൻ തന്നെയാണ് സാർ. 80,000 ചോദ്യമാണ്, കോസ്റ്റ്ലി ചോദ്യമാണ്. അതെ, ഉത്തരവും ഇത്തിരി കോസ്റ്റ്ലി ആകാം. മഹാബലിയോ വാമനോ എന്നുള്ളതാണ്. പക്ഷേ ഓണത്തപ്പൻ നമ്മുടെ സങ്കല്പത്തിന് വെക്കുന്നത് അത് തന്നെയാണ്. വാമനന്റെ സങ്കല്പത്തിനാണ് ഓണം വെക്കുന്നത്. അതെ, അതിന് നമ്മൾ ഓലക്കുട വെച്ച് അട മറ്റു നിവേദ്യങ്ങളൊക്കെ വെക്കുന്നത്. അതെ, എന്റെ മക്കളെയൊക്കെ ഞാൻ കുറെ പ്രായം ചെല്ലുന്നത് വരെ കണ്ണനും ചക്കയും നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പറയും തിരുമേനി വരും, വാമനൻ തിരുമേനി വരും, നോക്കിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. അല്ല, അവരെ നമ്മുടെ കൾച്ചറൊക്കെ ജയറാം പറഞ്ഞു മനസ്സിലാക്കി. എല്ലാ കൾച്ചറും ഉണ്ട്. ഞങ്ങൾ എല്ലാം ആഘോഷിക്കാറുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കും. ഒരുപക്ഷെ ഏറ്റവും വലിയ പുൽക്കൂടും ട്രീയും നമ്മുടെ വീട്ടിലാണ് വെക്കുന്നത്. ബാക്കി അല്ല, അത് ഇവർക്കൊക്കെ അതൊരു പരിചയമായിക്കോട്ടെ എന്ന് ജയറാം ചെയ്യുന്നതാണോ, ജയറാമിന്റെ ഒരു സാക്ഷാത്കാരമായിട്ട്? അല്ല, എല്ലാം നമ്മുടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ അല്ലേ. ഒരു എല്ലാം കിടക്കട്ടെ അല്ലേ? എല്ലാം ഉണ്ട്. എന്റെ പെരുമ്പാവൂരുള്ള എന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും എന്തായാലും തരിക്കഞ്ഞി എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അറിയില്ല സാർ? അത് എനിക്കറിയില്ല. ഇല്ല. തരിക്കഞ്ഞി എന്ന് പറയുന്നത് നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഓ, അത് ശരി. അതെ, ആ തരിക്കഞ്ഞി എനിക്ക് തോന്നുന്നത് എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കുടിച്ചതിനേക്കാൾ കൂടുതൽ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് അവരുടെ ഉമ്മമാരാണ് എനിക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കി തരിക. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മള് ഏത് ഉത്തരത്തിലേക്കാണ് ലോക്ക് ചെയ്യാൻ പോകുന്നത്? പൂട്ടിയ പൂട്ട് പൊട്ടുവോ? പൂട്ടില്ലല്ലോ. പൂട്ടില്ല. ഓക്കെ, എപ്പോഴെങ്കിലും പൊട്ടിയിട്ടുണ്ടോ ജീവിതത്തില്? ഇല്ല, പൊട്ടിയിട്ടില്ല. അപ്പൊ ഓക്കെ, അപ്പൊ താങ്കളുടെ നാവ് പൊന്നായിരിക്കട്ടെ. ഓപ്ഷൻ ബി ശരി ഉത്തരം. ഫോർ യു അല്ലേ? അപ്പൊ 80,000 രൂപയുടെ ചോദ്യം നമ്മൾ കടന്നു. ഇനി ജയറാം, നമ്മൾ പോകുന്നത് 1,00,000 ചോദ്യത്തിലേക്കാണ്. ഈശ്വര, 90,000 ഇല്ല നമുക്ക്. ഇല്ല. അപ്പൊ ഈ 1,00,000 രൂപ ഒന്നിച്ച് ജയറാം കണ്ടത് ഏത് പ്രായത്തില്? 1,00,000 രൂപ ഒന്നിച്ച് കണ്ടത് സിനിമയിലെത്തിയിട്ട് തന്നെയാണ്. പോയി കാണുമോ? അപ്പൊ സിനിമയിലെത്തിയും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പൊ കലാഭവനിൽ ഉണ്ടായിരുന്നപ്പോ എനിക്ക് 100 രൂപയായിരുന്നു. 100 രൂപ? 100 രൂപയായിരുന്നു എന്റെ പ്രതിഫലം. അന്നായിരുന്നു സൂപ്പർ മ്യൂക്രി പറഞ്ഞിരുന്നു. ഏറ്റവും ആദ്യം എനിക്കൊരു പ്രതിഫലം കയ്യിൽ കിട്ടുന്നത് 50 രൂപയാണ്. അഭിലച്ചൻ തന്നെയാണോ തന്നത്? അല്ല, അതിനു മുമ്പ് ഞാൻ ഈ അവിടെ ക്ഷേത്രങ്ങളിലും അത് ഇതും പരിപാടിയൊക്കെ ആയിട്ട് നടക്കും. പക്ഷെ ആരും പൈസയൊന്നും തരാറില്ല. പക്ഷെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ രാവും പകലും കടന്ന് കറങ്ങുമായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞു ഇവനെ പോലീസിങ്ങനെ ആക്കണം മറ്റേതെന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായി. അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് എല്ലാം കഴിഞ്ഞപ്പോൾ കയ്യിലേക്ക് പതുക്കെ ഇങ്ങനെ വെച്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ തുറന്നു നോക്കിയപ്പോ 50 രൂപയാണ്. 50 രൂപ. ആ സന്തോഷം 50-50 ആണ്. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ എത്തി എന്റെ വീട്ടിലേക്ക് എത്താൻ നടന്നു. കാരണം ഈ 50 രൂപ മാറി ഇനി അത് ചേഞ്ച് ആക്കണേ, സൂക്ഷിച്ചു വെക്കണം എന്ന് വിചാരിച്ചിട്ട് ബസ് കൂലിക്ക് പോലും കൊടുക്കാതെ നടന്നു എന്റെ വീട്ടിലേക്ക്. ഒരു 4 കിലോമീറ്റർ. അതെ, അതാണ് ആദ്യത്തെ പ്രതിഫലം. പിന്നെ കലാഭവനിൽ വന്നപ്പോ 100 രൂപയായി. ആദ്യത്തെ സിനിമയ്ക്ക് കിട്ടിയത് 5,000 രൂപയാണ്. അതിൽ 1,001 രൂപ പത്മനാഭന്. 1,001 രൂപ പത്മനാഭൻ സാറിന്റെ കൈ കൊണ്ട് സാറിന്റെ ഫ്ലാറ്റിൽ വെച്ച് ചേച്ചിയും എല്ലാവരും കുടിച്ച് എനിക്ക് 1,001 രൂപ വന്നു. ബാക്കി ഹരിപ്രസൻ സാർ കയ്യിലേക്ക്. നമ്മുടെ 5,000 രൂപയാണ് കിട്ടിയത്. അങ്ങനെ വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ലക്ഷങ്ങൾ കാണാൻ. അപ്പോ ആദ്യം ഈ ലക്ഷങ്ങൾ കൈ വാങ്ങിച്ച പേടിച്ചോന്നാ ഞാൻ ചോദിച്ചത്. ഉറപ്പായിട്ട് പേടിക്കും തീർച്ചയായും. വലിയ പ്രശ്നം. അപ്പൊ നമുക്കിനി 1,00,000 ചോദ്യത്തിലേക്ക് പോകാം. കളി അടുത്ത ലെവലിലേക്ക് പോകുന്നു. കുട്ടേട്ടാ പൊക്കണം. ലെവൽ 3. ജീവിതത്തില് ജയറാമിന് പൊക്കാൻ ആളുണ്ടായിട്ടുണ്ടോ? പൊക്കാൻ ആളുണ്ടായോ? പ്രൊഫഷണലാണോ? പ്രൊഫഷണലായിട്ടും ജീവിതത്തിലും ഒക്കെ. എന്ന് വെച്ചാൽ ഒരാളിങ്ങനെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് പൊക്കാനായിട്ട്. ഉണ്ടായിരുന്നു സാർ. ഓരോ ഞാൻ ഉദ്ദേശിച്ച് മേലോട്ട് ഉയർത്താൻ. ഓരോ കാരണം പ്രശംസിക്കാൻ ഒത്തിരി ആൾക്കാർ ചുറ്റും കൂടുതൽ എപ്പോഴും. അത് നമ്മൾ മുകളിലേക്ക് എടുക്കുകയും വേണ്ട അല്ലേ? പ്രശംസാ വചനങ്ങൾ കൂടുതൽ വീണു പോകുന്ന ഒരാളാണോ ജയറാം? ഇല്ല. വിമർശകരെ ശ്രദ്ധിക്കുകയും വേണ്ട. ഏറ്റവും കൂടുതൽ അവരാണ് നോട്ട് ദ പോയിന്റ്. ഉപദേശത്തിന് ഒരു പഞ്ഞുമില്ലല്ലോ. എല്ലാരും ഇഷ്ടം പോലെ. അയ്യോ, എന്താ ഇഷ്ടം പോലെ ഉപദേശം. പോകണം അല്ലേ? ഇങ്ങനെ പോകണം, ഇന്ന ചെയ്യണം. അത് എന്തെങ്കിലും നമ്മള് ചെയ്യുന്നത് വരെ ഒന്നും മിണ്ടില്ല. അത് കഴിഞ്ഞ എൻട്രി ചെയ്യുള്ളൂ. അപ്പോ നമുക്ക് 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ ജയറാം, നമുക്കൊരു പാട്ട് കേൾക്കാം. താങ്കൾ ഒരു പിന്നണി ഗായകൻ കൂടിയാണ്. കഥാനായകനിലൊക്കെ പാടില്ലേ? പാട്ടെന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു സാധനം പാടി പറ്റിച്ചല്ലോ.
അല്ലേ മറ്റേ സീൻ? അത് പെട്ടെന്ന് അതേ തന്നെയാണോ? മോണിറ്റർ പ്ലീസ്. ജയറാം, ഇത് ചിലപ്പോൾ ഒരുപക്ഷെ എനിക്കൊന്ന് ജയറാമിന് അറിഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. കാരണം പ്രേം നസീറിനെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരുപാട് അടുത്തുനിന്ന് കാണേണ്ട ആളാണല്ലോ. ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? ഓപ്ഷൻ എ പൊന്നോണം, ഓപ്ഷൻ ബി തിരുവോണം, ഓപ്ഷൻ സി തിരുവാതിര, ഓപ്ഷൻ ഡി വിഷുക്കണി, ഓപ്ഷൻ ഇ ശിവരാത്രി. പാട്ട് ഓർമ്മയുണ്ടല്ലോ? അല്ല, വിഷുക്കണിയിലെ നെസസാറിന്റെ ഒരു ഉഗ്രം പാട്ടുണ്ട്. അത് ഏതാണ്? ഇത് തന്നെയാണോ അല്ല വേറെ ആണോ എന്ന് ഇപ്പൊ സംശയമായി. വിഷുക്കണി ശ്രീകുമാരൻ തമ്പി സാറിന്റെ അടുത്ത് ഞാൻ ഈ പാട്ട് സാറ് പറഞ്ഞിട്ട് അതിന്റെ വരികളുടെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് കണി വിഷുക്കണിയാണ് സാർ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മുണ്ടൊക്കെ വളച്ചു കൂത്തി ആ പാട്ടൊന്നും പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്നും ഒന്ന് പ്ലേ ഒന്ന് പാട്ടൊന്ന്. അത് തന്നെ ഉറപ്പിച്ചു അല്ലേ? സൂപ്പർ. എനിക്ക് തോന്നുന്നത് ജയറാം ചെയ്യുന്ന വേഷങ്ങളിൽ ഈ പ്രേം നസീർ ആവേശിക്കാൻ വലിയ അത്ഭുതം തന്നെ. കാരണം നിങ്ങൾ ഇത്രയും അദ്ദേഹത്തിന്റെ ചെറിയൊരു മൂവ്മെന്റ് പോലും നിങ്ങൾ ഇത്രയും ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോഴേ ഇറ്റ്സ് ആൻ അൺയൂഷ്വൽ എബിലിറ്റി. ഓക്കെ, അപ്പൊ വിഷുക്കണിയാണ് അല്ലേ? വിഷുക്കണി. അപ്പൊ പൊട്ടിക്കാമോ? പൊട്ടിക്കാം. പറ്റുമോ? പറ്റില്ല. കാരണം 1,00,000 ചോദ്യം കൊണ്ട് മറിയുമോ? ഇല്ല, വരില്ല. ശിവരാത്രി. ഉത്തരം ശരിയാണ്. It is for you. Yes. 1 lakh അല്ലേ? 1 lakh. ജയറാം ജീവിതത്തിൽ ഒരു പുണ്യ നിമിഷമായത്. 1,00,000 രൂപ ആ കുട്ടിക്ക് നേടിക്കൊടുക്കാൻ. ഇന്നല്ല സാർ, എനിക്ക് തോന്നുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന ഈ 32 വർഷത്തിലെ ഏറ്റവും പുണ്യമായ ദിവസങ്ങളിലൊന്നാണ്. ഏറ്റവും പുണ്യമായ ദിവസം എനിക്ക് തോന്നുന്നു. മാത്രമല്ല ജയറാം ഒരു കാര്യം കൂടി ചെയ്യണം. അത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ജയറാം ഈ പാലക്കാട് ആ ഏരിയയിലെങ്ങനെ പോകണമെങ്കിൽ ഈ കുട്ടി ഒന്ന് സന്ദർശിക്കണം. തീർച്ചയായും. എനിക്കൊന്ന് ഇന്ന് നേടിക്കൊടുക്കുന്ന എമൗണ്ടും ഉണ്ടല്ല. ഞാൻ പറഞ്ഞ ആ കുട്ടിക്ക് ഒരു ഭയങ്കര ജീവിതത്തിൽ ഒരു വലിയ ആശ്വാസമായിരിക്കും. ഉറപ്പായിട്ടും. നമ്മുടെ ആൾക്കാരും കൂടെ ജയറാമിന്റെ കൂടെ വരുവാണ്. ആയിക്കോട്ടെ. 24 ഫോർ യു. ശരി. ഓക്കെ, 2,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കും. ഇനി നമ്മൾ ലക്ഷങ്ങളിലേക്ക് കയറി കഴിഞ്ഞു. ജയറാമിന് 1,00,000 കിട്ടാൻ കുറെ താമസിച്ചു ഒറിജിനൽ സിനിമയില്. നമ്മൾ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് എത്തുന്നു, 2,00,000 പോകുന്നു. ഏതെങ്കിലും സമയത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ മിമിക്രി പറയുമ്പോൾ ഇപ്പോൾ ലാലു അലക്സിനെയൊക്കെ ജയറാം കാണിക്കുമ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ ഫിലിം അവാർഡിലൊക്കെ ജയറാം കാണിച്ച് ഞാൻ അന്തം വിട്ടിരുന്നു പോയി. അപ്പൊ ഈ ഇത് കാണിക്കുമ്പോൾ ലാലു അലക്സ് വളരെ സഹൃദയനാണ്. ഈ ആർട്ടിസ്റ്റുകൾ എപ്പോഴും പ്രകോപിതരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ശ്രദ്ധിക്കാത്ത എലമെന്റ് വരെ നിങ്ങൾ കൊണ്ടുവരും. അവർ ശ്രദ്ധിച്ചിട്ടില്ലാത്തത് ഏതെങ്കിലും ആർട്ടിസ്റ്റ് പ്രകോപിതനായിട്ടുണ്ടോ? വേദിയിൽ പറയാമോന്ന് എനിക്കറിയില്ല. അത് കുഴപ്പമില്ല, പറയാം. ഓണമല്ലേ? ഉമ്മുക്കാക്ക് ഇഷ്ടപ്പെടാതിരുന്നുണ്ടല്ലേ? അതെ, ഉമ്മുക്കാക്ക് ഇഷ്ടപ്പെടാതിരുന്നു. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാ അത്? എനിക്കൊന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ, മിമിക്രി എന്ന് പറയുന്നത് ഒരാൾ എന്തെങ്കിലും സംസാരിക്കുന്നതിന് പെരുപ്പിച്ചു കാണിക്കുന്ന ഒന്നാണ്. ഇറ്റ് ഇസ് എ സ്റ്റുപ്പിഡ് ആർട്ട്. എനിക്കിഷ്ടമല്ലത്. ഇപ്പോൾ ഞാൻ സിനിമയിൽ ശോഭേ എന്ന് വിളിക്കുന്നതാണ് അവർ പറയുന്നത്. ഞാൻ അങ്ങനെ വിളിക്കാറുണ്ടോ? ഞാൻ ശോഭേ എന്നല്ലേ വിളിക്കാറുള്ളൂ. ചിലപ്പോ എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നുണ്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലേ? ഉമ്മുക്കടുത്ത് പിന്നെ ഞാൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് സാർ ഇങ്ങനെ. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഒരുപാട് മിമിക്രിക്കാരുണ്ട് ഈ ആവശ്യമില്ലാത്ത കോപ്രായങ്ങളൊക്കെ കാണിച്ചു കിടക്കും. അവരെനിക്കിഷ്ടമല്ല. അതേ ഞാൻ പറഞ്ഞു. താൻ കാണിക്കുന്നത് കൊള്ളാം, എനിക്കിഷ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി 2,00,000 ചോദ്യത്തിലേക്ക് കടക്കുന്നു. 2 lakhs. ഓക്കെ, 5-0. ഓക്കെ, മോണിറ്റർ പ്ലീസ്. ജയറാം, മഹാബലിയുടെ പുത്രനായ 1000 കൈയുള്ള അസുരൻ ആരാണ്? ഓപ്ഷൻ ഇ അനന്തൻ, ഓപ്ഷൻ ബി ഇന്ദ്രജിത്ത്, ഓപ്ഷൻ സി കടോൽഖജൻ, ഓപ്ഷൻ ഡി ബാണാസുരൻ, ഓപ്ഷൻ ഇ വിഭീഷണൻ. മഹാബലിയുടെ 1000 കൈയുള്ള പുത്രൻ. പുരാണത്തിലുള്ള പിടിപാടൊക്കെ എങ്ങനെയാ ജയറാം? എനിക്ക് കുറച്ച് കാണുമല്ലോ, എന്നാലും വീട്ടിൽ നിന്നൊക്കെ എന്നാലും ഈ മഹാബലിയുടെ പുത്രൻ 1000 കൈയുള്ള 1000 തല എന്നൊക്കെ പറഞ്ഞപ്പോ അനന്തൻ എന്ന് വിചാരിക്കാം. 1000 കൈയാണ്. അതെ, ഇന്ദ്രജിത്ത്. അത് 1000 നാവുള്ള അനന്തൻ, മമ്മൂക്കായുടെ സിനിമയാണ്. അതെ, ഇന്ദ്രജിത്ത് സിനിമ, സുകുമാരന്റെ മകൻ, നടൻ. പിന്നെ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുള്ള സാധനം നമ്മുടെ
ബാണാസുര റിവർ ഇല്ലേ? ബാണാസുര. അതെ, ബാണാസുര സാഗർ. ബാണാസുര സാഗർ. ആ. അപ്പൊ അതിന്റെ പേരിടാനുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ 1000 കൈയുള്ള മഹാബലിയുടെ പുത്രന്റെ പേരാണ് എന്നാണ് എന്റെ ഓർമ്മ. ഇനി ഇവിടെ ഹെൽപ്പ് എടുക്കാൻ ഇനി ഒരെണ്ണം കൂടി എടുക്കാം. വേണ്ട, അതിപ്പോ ചാടിക്കറി എടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകണം. അതെ, ആ, വേറെ ഹെൽപ്പുകളൊന്നുമില്ലല്ലോ. നോ ഹെൽപ്പ് അറ്റ് ആൾ. ലാസ്റ്റില് സ്ഥലം കാലിയാക്കാൻ വേണ്ടിയുള്ള എന്റെ ഒരു ഹെൽപ്പ് ഉണ്ട്, അത് പക്ഷേ അതോടെ ഔട്ടായി പോകും. മോളെ, ഇതൊക്കെ ശരിക്കും പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യം തന്നെയാണ്. ഒരു കറക്കിക്കുത്ത് നടത്തുന്നു, എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ മോളെന്നോട് ക്ഷമിക്കണം പ്ലീസ്. അമ്മയും ബാണാസുരൻ. അയ്യോ, ആണോ? കുഴപ്പമാണോ? കടൽക്കതിരല്ല. അയ്യോ, അനന്തൻ, ഇന്ദ്രജിത്ത്, വധവേഷ്. ബാണാസുരൻ മഹാബലിയുടെ മകനാണോ? സത്യം പറഞ്ഞ് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് വെറും ഒരു കറക്കിക്കുത്താണ്. കറക്കിക്കുത്താണ്. ഈ എപ്പോഴെങ്കിലും ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കറക്കിക്കുത്ത് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു? കറക്കിക്കുത്തായിരുന്നല്ലോ. അമ്പല പരിപാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേതിൽ കറക്കിക്കുത്ത്. അപ്പൊ കറക്കിക്കുത്തിയാണ് നമ്മൾ വളർന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഈ കറക്കിക്കുത്ത് മോശമാവാൻ സാധ്യതയില്ല. ഉത്തരം ശരിയാണ്. എന്റെ അമ്മേ, എന്റെ അമ്മ. മഹാബലിക്ക് കഠാരയിൽ ഉണ്ടായ മകനാണ് ബാണാസുരൻ. അമ്മയുടെ പേരാണ് കഠാര. അപ്പൊ ഈ ബാണാസുരൻ ശരിക്കും മഹാബലിയുടെ മകനാണെന്ന് പറഞ്ഞാൽ അത്ര കൂടുതൽ ആൾക്കാർക്ക് അറിയണമെന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ജയറാം ട്രബിളായി അല്ലേ? മാത്രമല്ല ജയറാമിന്റെ വെല്ലുവിളി ആ കുട്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ മകൾക്ക് വേണ്ടി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ടെൻഷൻ ആവും. ഇല്ലെങ്കിൽ പോണാൽ പോകട്ടും പോടാ നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. 3 ലക്ഷത്തിന്റെ ചോദ്യമാണ്. 3 lakhs. മോണിറ്റർ പ്ലീസ്. ജയറാം, ഒരുപാട് പണം വന്ന് കയ്യിൽ കയറിയാലേ എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും സാർ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാം? ഇത് നമുക്ക് 3 നേരത്തിന് 6 നേരം ആഹാരം കഴിക്കാൻ പറ്റില്ല. ഈ നോട്ട് കത്തിച്ച് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. ഒന്നുമില്ല. ആവശ്യത്തിലേറെ പണം കയ്യിൽ വരുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതം. ആക്രാന്തം വേണ്ടെന്നാണോ ജയറാം പറയുന്നത്? നേരത്തെ ചോദിച്ചില്ലേ എന്തുകൊണ്ട് പ്രൊഡ്യൂസർ ആയില്ല, ഡിസ്ട്രിബ്യൂട്ടർ ആയില്ല? ഓക്കെ. അത് മാത്രമല്ല, ഇനിയുള്ള കാലത്ത് ഇനി കുറെ കാലം ഉണ്ട് പ്രൊഡ്യൂസർ ആവത്തില്ലെന്ന് പറയണ്ട. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. നാളെ ഇപ്പോൾ കാളിദാസിന് വേണ്ടി ഒരു പടം എടുക്കണം, പറയാൻ പറ്റൂ? നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നല്ല നിർണായക നിമിഷം വന്നാലോ. ശരി. അപ്പോ ബാണാസുര മല കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ബാണാസുര നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി കാസർഗോഡ്, ഓപ്ഷൻ ഇ തിരുവനന്തപുരം. ബാണാസുര മല കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ജയറാം മിക്കവാറും കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം കേരളത്തിൽ നിന്നല്ല, ഒരുമാതിരി പ്രത്യേകിച്ച് ഈ ദക്ഷിണേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളും കവർ ചെയ്ത് കാണും അല്ലേ? ഈ ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ കറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയെ കൂടുതൽ അടുത്തറിയണം എന്നുള്ളൊരു ഇതോടുകൂടി കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഞാനും ഫാമിലി എല്ലാരും കൂടിയിട്ട് ഒന്നിച്ചിങ്ങനെ പോകുന്നു. യാത്ര ഒരു സുഖമാണല്ലേ? എല്ലാ സ്ഥലങ്ങളും മനസ്സ് വിശാലമാകാനും ഒക്കെ തന്നെ അല്ലേ? ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും ഒരുപാട് കൾച്ചർ കാണാനും അല്ലേ? അത് ഇന്ത്യക്കകത്ത് തന്നെ യാത്ര ചെയ്യണം. ലോകത്ത് എവിടെ പോയിട്ടും കാര്യമില്ല. ഇന്ത്യക്കകത്ത് തന്നെ. ഇന്ത്യക്കകത്ത് ബാക്കി യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിൽ പോയാലും എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും. അമേരിക്കയിൽ പോയാലും എല്ലാം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇന്ത്യക്കകത്ത് അവിടെയുള്ള കൾച്ചറല്ല ഇവിടെ, ഇവിടെയുള്ള കൾച്ചറല്ല ഇവിടെ എന്താണ്? അതൊക്കെ സാധാരണ എന്റെ ഒരു കാല ദൈർഘ്യം എങ്ങനെ? പോകുന്ന സമയത്ത് കുറെ ദിവസങ്ങൾ കാണുമോ? എവിടെ എങ്ങനെയും പ്ലാൻ ചെയ്യും. ഇപ്പോൾ ഒരു 25 ദിവസം പ്ലാൻ ചെയ്താൽ ഇവിടെ നിന്ന് പോയിട്ട് ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് അങ്ങനെ ഒരു യാത്രയായിരിക്കും. പഞ്ചാബ്, ഹരിയാന, അങ്ങനെയൊക്കെ എല്ലാം കാർമാർഗം അങ്ങനെ പോയിട്ട് ഓരോ സ്ഥലത്തും 5-6 ദിവസം താമസിച്ച് അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഭക്ഷണം. വഴിയിലെങ്ങാനും വെച്ചാൽ അദ്ദേഹത്തെ കണ്ടായിരുന്നു? സന്തോഷ് ജോർജ് കുളങ്ങര കണ്ടിട്ടില്ലല്ലേ? അപ്പൊ നമ്മൾ ഇതിലേക്ക് വന്നാൽ ബാണാസുര മല അപ്പൊ കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ജയറാം സഞ്ചരിച്ചിട്ടുള്ള ജില്ലയിൽ തന്നെയാണത്. ഒരുപാട് അടുത്തറിയാവുന്ന ജില്ല തന്നെയാണ്. സംശയം ഇതിനകത്ത് വലിയ കാര്യം വേണ്ട. ഈ അണക്കെട്ട് ഓർമ്മയുണ്ടോ ജയറാം? ഉണ്ട്. പിന്നെ ഇപ്പൊ അടുത്തുകൂടെ ഞങ്ങൾ പോയിരുന്നു. അവിടെ ഷട്ടർ ഈടയ്ക്ക് തുറക്കേണ്ടി വന്നായിരുന്നു. അതെ കഴിഞ്ഞതിൽ. സാർ വയനാട് തന്നെയാണ്. വയനാട്. ഇനി അതിനകത്തൊന്ന് ചോദിക്കുകയാണ്. നാണം കെടുത്തരുത് അല്ലേ? ചോദിച്ചു. ഇതൊരു ഭംഗിയുള്ള സ്ഥലം. വയനാടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അതൊക്കെ നമ്മുടെ ആൾക്കാർ അതെല്ലാം വെട്ടി വെളുപ്പിച്ച് കെട്ടിടം പണിയാനും ഒക്കെ അതുപോലെ അത് കോൺക്രീറ്റ് കെട്ടിടം. നമ്മള് പലപ്പോഴും പറയാറുണ്ടോ ജയറാം? ഞാൻ ഈ കഴിഞ്ഞ ദിവസം സി അച്യുതമനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഈ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് പൊളിച്ചോണ്ടിരിക്കുകയായിരുന്നു പുതിയ കെട്ടിടം കെട്ടാനായിട്ട്. അവ ഏതാണ്ട് ഒരു 7 സ്റ്റോറിയുടെ ബിൽഡിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് കെട്ടിടം പൊളിച്ചു തുടങ്ങിയപ്പോൾ അച്യുതമനെ മുഖ്യമന്ത്രി അങ്ങനെ ആ പാളയത്തോട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഡ്രൈവറോട് ചോദിച്ചാൽ എന്തും അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു കെട്ടിടം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ നോക്കിയിട്ട് അപ്പോൾ കോളേജ് പൊളിക്കുകയാണ്, പുതിയ കെട്ടിടം കെട്ടാനാണ്, അവർ സൗകര്യക്കുറവ് എന്നൊക്കെ പറഞ്ഞു.
നേരെ വണ്ടി തിരിച്ചു വിട്ടെന്നാണ് പറയുന്നത്. എങ്ങോട്ടൊരു പോകുന്ന തുടങ്ങുന്നത് തിരിച്ചു വിട്ട് സെക്രട്ടേറിയറ്റ് പോയി അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയിട്ട് പൊളിക്കൽ സ്റ്റേ ചെയ്തു. അന്ന് അതേ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഫൈൻ ആർട്സ് അവിടെ കിടക്കുന്ന പറയും ഇപ്പോഴും ആ കോളേജ്. ആ കോളേജിന്റെ ഒക്കെ വാസ്തുശില്പ കലയൊക്കെ തന്നെ ഫൈനാൻസ് കോളേജാണ് പറയുന്നത്. അതെ അതെ, അത് മാറ്റിമറിച്ചിട്ട് നമ്മൾ അവിടെ കോൺക്രീറ്റ് കെട്ടിടം വെച്ചനെ. അപ്പൊ നമ്മൾ ശരിക്കും വിദേശ ആളുകൾ, നമ്മൾ സഞ്ചാരികൾ വരുന്നത് ഈ നാട്ടിലെ പൈതൃകങ്ങൾ കാണാനാണ്, ഇവിടുത്തെ തറവാട് അല്ലേ. ആ വയനാട്ടിലുള്ള ആദിവാസി കോളനികളിലേക്ക് പോകണം സാർ. അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണം, വേറെ ലെവലാണ്. അവരുടെ കൂടെ പോയിട്ട് അവരുടെ കൾച്ചറും അവരുടെ ഭക്ഷണവും, അതാണ് വയനാട് എൻജോയ് ചെയ്യേണ്ടത്. മനസ്സിലായി. അങ്ങനെ പോയി സുൽത്താൻ ബത്തേരി അതിൽ പോയി അങ്ങനെ ഇറങ്ങി ഗൂഡല്ലൂർ അങ്ങനെ പോയി മൈസൂർ വരേക്ക് അങ്ങനെ ട്രാവൽ ചെയ്യണം. അതൊരു ഭയങ്കര രസമായിരിക്കും അല്ലേ. വീട്ടിലുള്ള എല്ലാവർക്കും, അശ്വതിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും യാത്ര ഇഷ്ടമാണ്. യാത്ര ഭയങ്കര ഇഷ്ടം. കാളിദാസനോ അവന്റെ അപ്രോച്ച് അതിനോട് ഭയങ്കരമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നാമത് വൈൽഡ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. 4 പേർക്ക് ഒരേപോലെ. ഇതെങ്ങനെ ഒരു എല്ലാവരും അത് എന്റെ കൂടെ കൂടി അത് അങ്ങനെ പകർന്നു. ഓക്കെ, അപ്പോ താങ്കൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം വയനാട് എന്നാണ്. വയനാട് പൂട്ടാം. സാർ കൂട്ടാം. വയനാട് പൂട്ടാം. ഉത്തരം ശരിയാ. 2 ലക്ഷം, സോറി 3 ലക്ഷം, 3 lakhs. കള്ളക്കണക്ക് പറയരുത് അല്ലേ. ഓക്കെ 3 lakhs. അപ്പോൾ താങ്കൾ എനിക്കൊന്ന് വലിയൊരു ചുമതല നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും സാർ. സ്ത്രീ അല്ലെങ്കിൽ നടികളുമായിട്ടൊക്കെ ഉള്ള സൗഹൃദം എങ്ങനെയാണ് പൊതുവെ? ഞാൻ വേറെ ഒന്നും കൊണ്ട് ചോദിക്കല്ല, പൊതുവെ സൗഹൃദമൊക്കെ കീപ്പ് ചെയ്ത് പോകുമോ, അതോ എങ്ങനെയാണ് ജയറാമിന്റെ രീതി? അതോ കാണുമ്പോൾ ഹായ് 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 അത്രേ ഉള്ളൂ? അത് ജനാധിപത്യ മര്യാദ അനുസരിച്ച് അങ്ങ് പോവാണ്. അത് ജയറാം അഭിനയിച്ച സിനിമയിൽ ഏറ്റവും കൂടുതൽ വിമർശനം വീട്ടിൽ നിന്ന് ഏറ്റുവാങ്ങിയ സിനിമ ഏതാ? കാളിദാസനൊക്കെ ഇരുന്നങ്ങ് തീരുമാനിച്ചിരിക്കണല്ലോ വിമർശിക്കാനായിട്ട്. ഉണ്ടല്ലേ? ഒന്ന് ഈ പണി നിർത്തിയിട്ട് അപ്പൊക്കെ വേറെ വല്ല പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു. മോളായിരിക്കും ചോദിച്ചത്. ആ 2 പേരും എന്തിനാ അങ്ങനെയൊക്കെ? ജയറാമിന് മോളോടാണോ അറ്റാച്ച്മെന്റ്? അങ്ങനെയുണ്ടോ? ചില അച്ഛൻ മോളെന്നൊക്കെ പറയുമല്ലോ. മോളോട് കുറച്ച് കൂടുതലാണ്. അതെ, അല്ല അവളാണോ കൂടുതൽ കടുത്ത വിമർശക? അയ്യോ, ഒന്ന് കൊല വിളിച്ച് കളിയുന്നുണ്ട്. ആണല്ലേ? എന്തിനാ സിനിമ അവളെ ആഴ്ത്തി പഠിച്ചിട്ടുണ്ടോ? എങ്ങനെ അവളുടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്യവര്. പക്ഷെ എല്ലാത്തിനും നല്ലതും പറയും. എനിക്ക് അങ്ങനത്തെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. കുറെ നല്ല സിനിമകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതാണ് അതെ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ നല്ല സിനിമകളെല്ലാം. എനിക്ക് തോന്നുന്നു ലെജൻസ് എന്ന് പറയുന്ന ഡയറക്ടേഴ്സിന്റെ കൂടെ ജയറാമിനെ കിട്ടിയത്. ജയറാം ഓപ്പൺ ചെയ്ത് തന്നെ അങ്ങനെ ഒരു ലെജൻഡ് ആയതുകൊണ്ട്. അതാണ്. ഇതിപ്പോ പത്മനാഭ സാറിന്റെ കൂടെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് അപ്പൊ തന്നെ എന്നെ വന്ന് സത്യനന്ദിക്കാട് വിളിച്ചു കഴിഞ്ഞു, എന്നെ കമല് വിളിച്ചു കഴിഞ്ഞു. പിന്നെ അവരുടെയൊക്കെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഇപ്പൊ സത്യനന്ദിക്കാടിന്റെ കൂടെയും കമലിന്റെ കൂടെയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഞാനല്ലേ. അതെ. പിന്നെ ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ ലോഹിദാസിനെ പോലത്തെ, ശ്രീനിവാസനെ പോലെ, ബാലചന്ദ്രമേനെ പോലെ, പത്മനാഭൻ സാറിനെ പോലെ അങ്ങനെ അവളുടെ ബെസ്റ്റ് റൈറ്റേഴ്സിന്റെ സിനിമകൾ മുഴുവൻ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അതൊക്കെ തന്നെ ഏറ്റവും ഭാഗ്യം. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ജയറാം, ഇപ്പൊ ലോഹിദാസിനെ ജയറാമിന് ഒരുപാട് അടുത്തറിയാം, എനിക്കും കുറച്ചറിയാം അദ്ദേഹത്തെ. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോൾ രഞ്ജിത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അവരെഴുതുന്ന ചില ഒരു നിശ്ചിതമായ ഭാഷയുണ്ടല്ലോ, ഷാർപ്പ് ലാംഗ്വേജ്. അപ്പോൾ അതൊക്കെ നമുക്ക് സിനിമയിൽ നഷ്ടമായി തോന്നും. ഇപ്പൊ കിരീടം സിനിമയിൽ തന്നെ തിലകൻ മകനെ കത്തി താഴെയിടൂ എന്ന് ആകെ 3-4 വാക്കേ ഉള്ളൂ അല്ലേ. ഒരു ലൈഫാണ് അവിടെ അങ്ങനെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അതാണ് ലോഹിയുടെയൊക്കെ ഒരു ഇത് ഞാൻ വിചാരിക്കും. ഇപ്പൊ വീണ്ടും ചില വീട്ടുകാര്യങ്ങളൊന്നും സിനിമയ്ക്ക് 5-6 ക്ലൈമാക്സ്. ഒരു രഹസ്യം പറയട്ടെ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഫ്ലവേഴ്സിലാണ് ഉള്ളത്. നമ്മുടെ റേറ്റിംഗ് ഒന്ന് ഷെയ്ക്ക് ആയാൽ നമ്മൾ ഇടുന്ന സിനിമയിൽ ഒന്നായി. എന്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാല് എൻ്റെ ജയറാം, ഞാൻ ആ സിനിമ ഷോർട്ട് വൈസ് എനിക്കിപ്പോൾ അറിയാം. അത്ര കൂടുതൽ തവണ ഇത് ഫ്ലവേഴ്സിൽ വന്നിട്ടുണ്ട്. ഈ സിനിമ എന്താണ് ആൾക്കാരെ ഹൂക്ക് ചെയ്യുന്നത്? ഇതേ 10 ആവർത്തി കണ്ടിട്ടും ആൾ ഈ സിനിമ ഇരുന്ന് കാണുന്നു. എന്താണ്? അപ്പൊ ആ സിനിമ എന്തോ നമ്മുടെ ജീവിതത്തിൽ അടുത്ത് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആൾക്കാരത് അവർക്ക് നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മണ്ണാത്തി പെണ്ണിനെ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിക്കുമ്പോൾ ആളുകൾ ഒരു ആവേശം കൊള്ളുന്നു. അപ്പോൾ ഈ സിനിമയുടെ ഒരു സംഭവം. അപ്പോൾ ആ സിനിമ ശരിക്കും ഇപ്പോഴും റേറ്റിംഗ് ഹൂക്കറാണ്. കൺഗ്രാജുലേഷൻ. താങ്ക് യു. അല്ല, അത് സത്യനന്ദിക്കാടിനും തീർച്ചയായിട്ടും നമ്മൾ കൈമാറണം. കാരണം ആ സിനിമയിൽ എന്തോ മനുഷ്യ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവമുണ്ട്. എനിക്കത് മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. കാരണം ഞാൻ ആ സിനിമയിൽ ഭയങ്കര ഗ്രേറ്റ് എന്ന് പറയാനുള്ള സംഭവം ഉണ്ടോന്നും എനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ മലയാളി പ്രേക്ഷകൻ ഇന്നും കുരുങ്ങിക്കിടക്കുകയാണ്. അച്ഛൻ മകൻ ബന്ധത്തില് 2 പടങ്ങൾ സത്യേട്ടൻ എന്നെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് വീണ്ടും ചില വീട്ടുകാർ, ഞാനും തിലകൻ ചേട്ടൻ, ഇന്നസെന്റ് ഏട്ടനായിട്ട് മനസ്സിലാക്കര്. 2 അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഭയങ്കര 2 തരത്തിലാണ് ഇത് വർക്ക്. എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് 5 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ല, 3 കഴിഞ്ഞ 6ലേക്ക് പോവില്ല. ഇല്ല, നമ്മൾ 5-ൽ പോവാം. 5 കഴിഞ്ഞ പിന്നെ 10 ഉള്ളൂ. ശരി, കാശ് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പാലക്കാട് കൊണ്ടു കൊടുക്കണം. പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ജയറാം എപ്പോഴെങ്കിലും അവിടെ നിന്ന് പോവുകയും വേണം. പാലക്കാട് ഭാഷ ശ്രദ്ധിച്ചിട്ടില്ല, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. തൃശ്ശൂർ മുതൽ അങ്ങോട്ട് വേറൊരു ലോകമാണ്. തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് വേറൊരു ലോകം. നമ്മളൊക്കെ ഇങ്ങോട്ടുള്ള ലോകത്തിലാകട്ടോ. എല്ലാത്തിനും ഇതുണ്ട്. ഇപ്പൊ ഞാനൊരു പാലക്കാട്ടുകാരനാണ്, ജയറാമാണ്. ഞാൻ ഇപ്പൊ ഷൂട്ടിങ്ങിന്റെ അവിടെ വരും. ഷൂട്ടിങ്ങിന്റെ അവിടെ വന്നിട്ട് എല്ലാം പുള്ളി എന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയും ചെയ്യും. നമസ്കാരം ജയറാമേട്ടാ. നമസ്കാരം.
ആ പാലക്കാടൊക്കെ വന്നിരിക്കണു കുറെ. ഇതിനു മുമ്പും കണ്ടിരിക്കണു. നമ്മളിവിടെ മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട്, അവിടെ പൂരത്തിന്റെ സമയത്ത് വന്നിട്ടുണ്ട്, അപ്പൊ കണ്ടിട്ടുണ്ട്. പടത്തില് എത്ര പാട്ടുണ്ട്? ഇതിൽ 4 പാട്ട്. 4 പാട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 4 പാട്ടുണ്ട് ഇല്ലേ? ജാറാമട്ടം പറയുന്ന കേട്ടില്ലേ 4 പാട്ടുണ്ട് ഇതില്. ഫൈറ്റ് സ്റ്റണ്ട് സീനൊക്കെ 3 മുക്രം കെട്ടാണ്. പറഞ്ഞില്ലേ 3 ഫൈറ്റ് ഉണ്ടെന്ന് ജറാമട്ടം പറയുന്ന കേട്ടില്ലേ? അത് എല്ലാവരും ഇത് മോണിറ്റർ പ്ലീസ്. സംഗീതത്തിൽ താല്പര്യമുള്ള നല്ല താളബോധമുള്ള അഭിനേതാവാണ് താങ്കൾ. അപ്പൊ നമുക്ക് LED ഒരു ദൃശ്യം നമ്മൾ കാണുന്നു. ഒരു ഗാനരംഗമാണ്. അപ്പൊ പ്ലീസ് പ്ലേ. കമ്പളി പൂച്ചി തങ്കച്ചി അല്ലി മലർ കൊടി അങ്കദമേ ഒട്ടാര ഒട്ടാര ചന്ദനമേ മുല്ല മലർ കൊടി മുത്താരമേ എങ്കൂര് കുത്താളമേ. ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഇളയരാജ, ഓപ്ഷൻ ബി AR റഹ്മാൻ, ഓപ്ഷൻ സി സന്തോഷ് നാരായണൻ, ഓപ്ഷൻ ഡി ഹരിഹരൻ, ഓപ്ഷൻ ഇ ദേവിശ്രീ പ്രസാദ്. ഈ പാട്ട് കണ്ടിട്ടുണ്ടോ ജയറാം? കണ്ടിട്ടില്ല. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. വിഷ്വൽ ആദ്യമായിട്ട് കാണുന്നത്. പാട്ട് കേട്ടിട്ടുണ്ട്. പാട്ട് കേട്ടു അല്ലേ? ജയറാം എങ്ങനെ വണ്ടിയിൽ സഞ്ചാരത്തിനിടയിലേക്ക് ഒരുപാട് പാട്ട് കേൾക്കുന്ന കൂട്ടത്തിലാണോ? കേട്ടിരുന്നു സാർ, നിറയെ പാട്ടുകൾ. വീട്ടിൽ വേറെ ആരും പാടൂ ജയറാം അല്ലാതെ? ഇല്ല, വീട്ടിൽ വേറെ ആരെങ്കിലും പാടുന്നൊന്നുമില്ല. പാടുന്നില്ല. ഇല്ല. അല്ല, ആരും ഞാനൊരു പാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല. അല്ല, എന്നാലും എനിക്കൊന്നും ജയറാം, നമ്മുടെ പരിമിതമായ കഴിവുകളെ പോലും സാധ്യതയാക്കി മാറ്റി നിർത്താൻ കാര്യം. ഇപ്പൊ നമ്മൾ മലയാള സിനിമയിൽ പാടുന്ന പല നടന്മാരും ഗായകരൊന്നും അല്ലല്ലോ. പക്ഷെ അവരുടെ ചെറിയ ഒരു സംഗീത ടേസ്റ്റ് അവർ പരമാവധി ഉപയോഗിക്കുന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ ഭാഗ്യം അതല്ലേ. അത് പിന്നെ ദാസേട്ടന്റെ കൂടെയാണ് ഫസ്റ്റ് മിമിക്രി തുടങ്ങുന്നത്. അതൊന്നും ചെറിയ സംഭവമല്ല. അതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ദാസേട്ടന്റെ കൂടെ ഒക്കെ താങ്കൾക്ക് കളറി പറ്റാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു സംഭവമാണ്. കാരണം അത്രയും വലിയൊരു ലെജൻഡ് മലയാളത്തിലില്ല. ദാസേട്ടനെ ജയറാം അനുകരിക്കുന്നതിന് പലത് കണ്ടോളൂ. ദാസേട്ടനെ അനുകരിക്കുമ്പോൾ ദാസേട്ടന്റെ രീതി എങ്ങനെയായിരുന്നു? ജയറാമിനെ വിളിച്ച് വാൺ ചെയ്തിട്ടുണ്ട്? ഒന്നുമില്ല, അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറ്. എനിക്ക് തോന്നുന്നു ജയറാമിന് ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഗാനമേളയിലും ദാസേട്ടൻ ഇങ്ങനെയല്ലേ മിമിക്രി ഒരു ആവശ്യ ഘടകം അല്ലെ അവതരിപ്പിക്കുന്നതോടൊപ്പം ആയി മാറി. ഞാൻ കുറെ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു ഇങ്ങനെ ചെറിയ പണ്ടത്തെ ഓഡിയോ കാസറ്റ് ഇല്ലേ, ആ കാസറ്റ് ബോംബെ ഷൺമുഖാനത്തെ ഓഡിറ്റോറിയത്തിൽ. ദാസേട്ടൻ അടുത്തതായിട്ട് ഇടവേളയാണ്. ഇടവേളയില് ആരും എണിച്ചു പോണമെന്നില്ല, നിങ്ങളെ കൂടുകൂടെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അയാളുടെ പേര് ജയറാം എന്നാണ്. എന്തായാലും ഞാനും ഇത് കാണാൻ വേണ്ടി മുമ്പിൽ പോയി ഇരിക്കാൻ പോവാണ്. നമുക്ക് ശരിക്കും ചിരിക്കാൻ പറ്റൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദാസേട്ടൻ എന്നെ പറ്റി പറയുന്നത് ഒരുപാട് കാലം അത് നഷ്ടപ്പെട്ടു പോയി. ഓക്കെ 5 ലക്ഷത്തിന്റെ ചോദ്യമാണിത്. ഇളയരാജ സാർ അല്ല, AR റഹ്മാനും അല്ല, ഈ പാട്ട് ഹരിഹരനും അല്ല. എനിക്ക് സംശയം ദേവിശ്രീ പ്രസാദ് അല്ലെങ്കിൽ സന്തോഷ് നാരായണൻ. ദേവിശ്രീ പ്രസാദ്. കുട്ടേട്ടനെ ഇപ്പൊ വിളിക്കേണ്ടതെന്ന് തോന്നുന്നു അല്ലേ? കുട്ടേട്ടൻ കാര്യം 2 എണ്ണത്തിലല്ലേ സംശയമുള്ളൂ. അദ്ദേഹം 2 സംശയം പറയും. അപ്പൊ കുട്ടേട്ടനെ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോ ജയറാമിന്റെ സംശയം ദേവിശ്രീ പ്രസാദ് അല്ലെങ്കിൽ സന്തോഷ് നാരായണൻ. ശരിക്കും ഞാനിപ്പോ 5 lakhs ആണ് ജയറാം. അതെ, തെറ്റിക്കാൻ പാടില്ല. രാജാ സാറിന്റെ പാട്ടുകൾ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം മനസ്സിനക്കരെ എന്നെ രാജാ സാറിന്റെ അല്ലേ? രാജാ സാറിന്റെ അത് ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. രാജാ സാർ എനിക്ക് വേണ്ടി പാടി തന്നത് അതറിയില്ല. അതും പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഓണക്കാല ഓർമ്മയല്ലേ? സത്യനന്ദിക്കാട് ഇതേപോലെ കമ്പോസിംഗുമായിട്ട് മെഡ്രാസിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ പോയി. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആ ഒരു മുറി, അദ്ദേഹത്തിന്റെ മുറി, അത് വിട്ട് ഒന്നുമില്ല, റെക്കോർഡിംഗ് സ്റ്റുഡിയോ, പിന്നെ ആ മുറി അവിടെ ഇങ്ങനെ ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇതിന് വിട്ട് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ട്? ജയറാം ரொம்ப வருஷம் ஆச்சு, எங்கு நான் போனது கிடையாது. മ്യൂസിക്, സംഗീതം, ഗീത, ഇത് വിട്ട വീട്, വീട് വിട്ട എങ്കേത്. സാർക്ക് എപ്പോ ഇങ്ങനെ വെളിയിൽ പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേരളത്തിന്റെ ആലപ്പുഴയെ കുറിച്ചും ബാക്ക് വാട്ടേഴ്സിനെ കുറിച്ചും നമ്മുടെ പുന്നമടക്കായലിനെ കുറിച്ചും അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലൊക്കെ സാർ എന്തെങ്കിലും പോയിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്? ഇല്ല, അപ്പടില്ല, ഞാൻ യോജിച്ചതേ കിടയാതെ ഇപ്പൊ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യേട്ടനെ കൊണ്ട് ചൂടും. അപ്പൊ സത്യേട്ടൻ പറഞ്ഞു, ഒരു പ്രാവശ്യം നമുക്ക് അങ്ങനെ ആക്കിയാലോ? അപ്പടിയാ, ഞാൻ ഇതുവരെയും പോന്നതില്ലേ, സത്യൻ സൊന്നാ ശരി വരെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് ആ റൂം വിട്ട്, മെഡ്രാസിലെ സ്റ്റുഡിയോ റൂം വിട്ട് വന്നിറങ്ങി, കൊച്ചിയിൽ നിന്ന് ഇറങ്ങി നേരെ പോയിട്ട് ആലപ്പുഴ പുന്നമടക്കായലില് ഹൗസ് ബോട്ടിൽ കയറി പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ലോകമുണ്ടല്ലേ, ഇതൊന്നും ഞാൻ ഇത്രയും വർഷം കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹം. അപ്പൊ തന്നെ ജയറാമുക്ക് ഫോൺ പോട്ടുകൂടെ പറഞ്ഞു, ജയറാം நீங்க சொன்ன மாதிரி தான், என்ன அழகா இருக்கு, இப்பவே சத்தியன் என்கிட்ட அது சொன்னாரு, அந்த மூடு சொல்லி கொடுத்தாரு, இப்பவே உனக்காக பாட்டு
താരരാരരാരരാരാ, താരരാരരാരരാ. പിടിച്ചതാ അവിടെ വെച്ച് തന്നെ എനിക്ക് വേണ്ടി മൂളി തന്നത് മനസ്സ്. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മെലഡി രാജാവ് തന്നെയാണ് അത്. ഒരു രക്ഷയില്ല. അതെ. കാരണം മലയാളികൾക്ക് എത്ര പാട്ട് കൊടുത്തു അദ്ദേഹം. ഉം. ഇതൊക്കെ ജീവിതത്തിൽ ഒരു അപൂർവ ഭാഗ്യമോ ജയറാം. കാരണം ഞാൻ ജയറാം പറയുന്ന ആ സമയത്ത് ആ ആലപ്പുഴയിലെ എനിക്കൊന്ന് തോമസ് ചാണ്ടിന്റെ ഹോട്ടലിലായിരുന്നു ഇളയരാജ താമസിച്ചത്. അതെ 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 അതെ. ഞാൻ ആ ഹോട്ടലിൽ അന്ന് ആ സമയത്ത് ചെന്ന് വിട്ടു. അപ്പൊ പറഞ്ഞു ഇവിടെ ഒരു VIP ഇന്ന് താമസിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇളയരാജ നമ്മെ അദ്ദേഹം എങ്ങനെ സഞ്ചരിക്കാറുണ്ടോ എന്ന് ഞാനും സംശയം പറഞ്ഞു. അത് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു. സന്തോഷ് നാരായണൻ ഉറപ്പിക്കാം സാർ. ഉറപ്പിക്കാം. എനിക്കത് എന്റെ മനസ്സ് 100% പറയുന്നതാണ്. ആ, സന്തോഷ് നാരായണൻ. ഈ ഉറപ്പ് തെറ്റിയാലുള്ള അവസ്ഥ അറിയാമല്ലോ. 5 ലക്ഷം അറിയാം. ദേവിശ്രീ പ്രസാദ് അല്ല സാർ. ഹരിഹരനല്ല, AR റഹ്മാനല്ല, ഇളയരാജയല്ല, സന്തോഷ് നാരായണൻ. ആ കുട്ടിക്ക് വേണ്ടി കളിക്കണതായതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കണ്ണെങ്കിലും കാണിച്ചു തരാമോ? ഒന്ന് നസീർ കണ്ണടയ്ക്കാണ്. എങ്ങനെ കണ്ണടയ്ക്കത്? ഓക്കെ, അപ്പോ ഞാൻ കണ്ണു തുറക്കുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. മോളെ 5 ലക്ഷമായി ജയറാമങ്കിള് താങ്കൾക്ക് വേണ്ടി നേടിത്തന്നത്. ഓണം എന്തായാലും നമ്മൾ ഈ കോവിഡ് കാലത്ത് മിസ്സാവും, അത് കറക്റ്റാണ്. അപ്പൊ ഇനിയുള്ള വരാനുള്ള ഓണത്തെ കുറിച്ചുള്ള ജയറാമിന്റെ ഒരു പ്രതീക്ഷയുണ്ട്. ജയറാം എങ്ങനെയാ, ഒരു ശുഭാപ്തി വിശ്വാസം, പെസിമിസ്റ്റ് ആണോ? ഒന്നുമില്ല, 100% ശുഭാപ്തി. ചില ആൾക്കാരുണ്ട് ദ വേഴ്സ്റ്റ് തിങ് വിൽ ഹാപ്പൻ എന്ന് അവർ എപ്പോഴും വിശ്വസിക്കും. അങ്ങനെയല്ല, ജയറാം അങ്ങനെയല്ല. ഇല്ല ഇല്ല, എല്ലാം നല്ല കാര്യങ്ങളെ എല്ലാം നല്ലതായിട്ട് പേരും. ഇതുവരെ വന്നതെല്ലാം തൃപ്തനാണ്. നെഗറ്റീവായിട്ട് ഞാൻ വിചാരിക്കുകയല്ല ഒരു കാര്യം. ഇല്ല, ഈ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരെ താങ്കൾ മൈൻഡ് ചെയ്യൂ. ചില ആൾക്കാരുണ്ട്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴേ അതുകൊണ്ട് വന്നിട്ട് ഇന്നലെ മറ്റേ അവിടെ വണ്ടി ഇടിച്ചിട്ട് പോത്തി എത്തായിരുന്നു എന്തെങ്കിലും പറയും. കാരണം അങ്ങനെയുള്ള ചില ആൾക്കാർ ഇപ്പോൾ ഉള്ള ഒരു കാലത്തുള്ള ഒരു കുഴപ്പത്തിൽ ജയറാം ഇപ്പോൾ ഒരു സിനിമയുടെ ലൊക്കേഷൻ നിൽക്കുമ്പോൾ ഈ വാട്സപ്പ് നോക്കുന്ന ആളാണെങ്കിൽ വാട്സപ്പിലേക്ക് ഒരു നെഗറ്റീവ് സാധനം അയച്ചു ജയറാമിനെ ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുള്ളായിരുന്നു. അത് അയച്ചു തരുള്ളൂ, നല്ലത് അയച്ചു തരികയില്ല. ഇല്ല, അതാ നമ്മൾ വായി കേട്ട് കഴിയുമ്പോൾ ഇയാളെന്തിനാ എന്നെ ചീത്ത വിളിക്കുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു പോകും. പക്ഷേ ജയറാം ആ കോൺടാക്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ പ്രാവശ്യത്തെ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഏതെങ്കിലും ഒരു പത്രത്തിന്റെ ഫ്രണ്ടിൽ ഹെഡിങ്ങിൽ ജയറാമിനെ കുറിച്ച് നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അയച്ചു തരുന്ന ഒരാളോ രണ്ടാളോ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും എന്നെ തള്ളക്കി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പട്ട വരും. കണ്ടു നിന്നെ നീ വെറുതെ നടക്കണ്ടെന്ന് വിചാരിച്ചല്ലേ. ഞാനൊക്കെ കാണിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താന്ന് ചോദിച്ചല്ലേ. അപ്പൊ ഞാൻ ജയറാമിന്റെ അറിവിലേക്ക് ജയറാം കണ്ടു കാണാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ 24 ഞാൻ 7 മണി മുതൽ 10 മണി വരെ എല്ലാ ദിവസവും ഒരു മോർണിംഗ് ഷോയിൽ 3 മണിക്കൂർ. അപ്പോ ഈ മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോൾ ഇതുപോലെ സ്നേഹിതന്മാര് ഇതിങ്ങനെ അയച്ചു വരും, പിന്നെ ഇന്നാര് തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാൻ ഈ തീരുമാനിച്ചൊരു കാര്യം കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തോളെ. അല്ലെങ്കിൽ അന്നത്തെ നോക്കത്തേ ഇല്ല. അല്ലെങ്കിൽ അന്നത്തെ ദിവസം നമ്മള് നിൽക്കുമ്പോഴേ നമ്മള് അയ്യോ ഇങ്ങനെ നമ്മുടെ എനർജിയും പോയി. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊരു കലാപരിപാടിയാണല്ലോ. നമ്മൾ വാർത്തയായാലും അല്ലാത്തായാലും ഇപ്പൊ വിനോദമായാലും നമ്മൾ ഇതൊരു കലാപ്രവർത്തനം തന്നെയാണല്ലോ. അപ്പൊ ഈ പ്രവർത്തനത്തിൽ നമ്മൾ പിറകോട്ട് വീഴും. ശരീരം കൊണ്ട് നമ്മൾ ഇതുകൊണ്ടല്ല മെന്റലി തളർത്തുക എന്ന് പറയുന്നത് പോയി നമ്മുടെ ഒരു കാരണം. നമ്മുടെ ഇപ്പൊ ജയറാം ഇപ്പൊ എത്ര വർഷമായിട്ട് അഭിനയിക്കുന്നു. ജയറാമിൽ ആൾക്കാർ അന്ന് കണ്ട, അതായത് അവരിലൊക്കെ തുടങ്ങി ആ സ്മാർട്ട്നെസ് ഇപ്പോഴും സ്ക്രീനിൽ ആളിൽ പ്രതീക്ഷിക്കും. അവിടെ നിങ്ങൾക്ക് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് മതിയാ മൂടമായി പോയി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അല്ലേ. ഒരു തീർച്ചയായിട്ടും. അപ്പൊ എനിക്കൊന്ന് അത് നല്ലൊരു ഐഡിയ. കാരണം ഈ വാട്സപ്പിലൂടെ നിങ്ങളെ ആക്രമിക്കാൻ ആൾക്കാർ തയ്യാറാണെങ്കിൽ ജയറാം പറയുന്നു ഐദർ ഡിലീറ്റ് ഓർ ഇഗ്നോർ അല്ലേ. ഇഗ്നോർ. ഓക്കെ. വെൽക്കം ബാക്ക് ടു ഫ്ലവേഴ്സ് 1 കോടി. പഴയ പോലെ എത്തുന്നില്ലല്ലേ സാർ? എന്നാലും സൂപ്പറാ. ജയറാം പണ്ട് ഏഷ്യാനിലൊക്കെ വെച്ച് അവതരിപ്പിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ പ്രസൻസിൽ. ഓക്കെ, താങ്ക് യു. അപ്പോ നന്നായി. അപ്പൊ ഞാനൊരു ദിവ്യനായി. കാര്യം ജയറാം സാറിനെ പ്രൈം മിനിസ്റ്ററിനെ ഒക്കെ അല്ലേ അനുകരിക്കുന്നത്. ജയറാം, എനിക്കൊരു സിമ്പിൾ ചോദ്യം. സാധാരണ ഈ കുറച്ച് ആർദ്രതയുള്ള മനസ്സുള്ളവരായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള നടന്മാരൊക്കെ ആകുന്ന ആൾക്കാർ. ജയറാം ഈ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടാൽ കരയൂ, കണ്ണ് കറയൂ ആണോ? ജയറാം എങ്ങനെ തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണുന്ന ആളാണ്? ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കും, അതേപോലെ കരയുമില്ല. എല്ലാ ഇമോഷൻസ്. ജയറാമിന് സ്ക്രീനിലെ ഏറ്റവും ഇഷ്ടം ഏതാ? ചിരിയാണോ കരച്ചിലാണോ? ചിരി അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഈ പുതിയ ജനറേഷന്റെ ചിരി ജയറാം ശ്രദ്ധിച്ചിട്ടുണ്ട്? അവരുടെ മിമിക്രി, അവരുടെ അവതരണ രീതികൾ പിന്നെ പുതിയ ആൾക്കാർ ചെയ്യുന്നത് പിന്നെ നമുക്ക് പ്രതീക്ഷ വെക്കാമോ അവരില്? ഉണ്ട്. പിന്നെ വേറെ ആളെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ പോയാൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ജയറാം, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ അറിയുമോ, മോഹൻലാൽ അല്ലെ, മമ്മൂക്ക അല്ലെ, ജയറാം, ഇങ്ങനെയൊക്കെയുള്ള സുരേഷ് ഗോപി അല്ലെ, ഇവരൊക്കെ തന്നെ എത്രയോ ഇപ്പൊ ഈ സൗകര്യങ്ങളെല്ലാം ഇന്നല്ലേ വന്നത്. അപ്പൊ ഇവരെല്ലാം പാറകലിനെ പുറത്ത് കിടന്ന് ഉറങ്ങിയും ഒരുപാട് ബുദ്ധിമുട്ടിയും മണിക്കൂറുകളോളം ഇങ്ങനെ പകൽ വെളിച്ചത്തിൽ നിൽക്കുകയും ലൈറ്റ് ഇത്രയും ചൂടുള്ള ലൈറ്റിന്റെ മുമ്പിൽ നിൽക്കുകയും കൂൾ ലൈറ്റൊക്കെ ഇപ്പോഴല്ലേ വന്നു. അപ്പൊ അങ്ങനെ നിന്ന ആ ഒരു വർഷങ്ങളുടെ ത്യാഗം ഉണ്ടല്ലോ, സാക്രിഫൈസ്,
ആ സാക്രിഫൈസ് പരിഗണിക്കാതാണ് പലരും സംസാരിക്കുന്നത്. പിന്നെ ഇവരെ കുത്തി നോവിക്കുന്നു, സ്ക്രീനിൽ വരുന്നവരെ കുത്തി നോവിക്കുന്നു എന്ന് പറയുന്ന ഒരു കൗതുകമായിട്ട് ആൾക്കാർ എടുക്കുന്നു. ഈ കാലത്തിന് നമ്മളിപ്പോ ചിലപ്പോ ഈ നമ്മളെക്കാളൊക്കെ മുമ്പുള്ളവർ അതിനേക്കാൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് എനിക്കൊന്ന് ഷീലാമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഏതോ സിനിമ എടുക്കുമ്പോഴത്തേക്കും ഷീല ചേച്ചി ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കുന്നു. പാറപ്പുറത്ത് സത്യമാസ്റ്ററുണ്ട്, നെസസാറും ഉണ്ട്. ഉച്ചയ്ക്ക് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് രണ്ടുപേരും തമ്മിൽ വഴക്ക്, സത്യമാസും നെസസാറും തമ്മിൽ. ഈ ഗർഭം എന്റേതാണ്, അല്ല നസീറ ഈ ഗർഭം എന്റേതാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ. വഴക്ക് കൂടണ്ട, തന്നേക്ക ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഉച്ചയ്ക്ക് പാറപ്പുറത്താണ് ഷൂട്ടിംഗ്. ഒന്ന് കിടന്നുറങ്ങാൻ തലയിൽ വെക്കാൻ ഈ ഗർഭം എടുത്ത് കൊടുക്കണമെന്ന് ഇന്ന് ഈ ഗർഭം എന്റേതാണ്, സത്യം എന്റേതാണ്, തലയിൽ വെച്ച് കിടന്ന് രണ്ടുപേർക്കും തന്നെ. ഭയങ്കര റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 10 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ജയറാം. അപ്പോ മോളെ 10 lakhsലേക്ക് നമ്മൾ കടക്കുന്നു. അങ്കിള് നേടിയിട്ടുണ്ട് അല്ലേ? കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഈ 10 ലക്ഷം നമ്മളിപ്പോ ഒന്നുകൂടെ ലെവൽ മേളിലേക്ക് പോകുന്നു. ആണോ? അതെ. മില്യൺ അല്ലേ? 1 million. 10 ലക്ഷം. ലെവൽ 4. ജയറാം, നമുക്കപ്പോ ചോദ്യത്തിലേക്ക് നേരിട്ട് കിടക്കാം. 10 ലക്ഷത്തിന്റെ ചോദ്യമാണ്. അപ്പൊ ഇത് ഇനിയുള്ള സ്റ്റെപ്പ് വയ്ക്കുന്നതൊക്കെ വളരെ അപകടം പിടിച്ച സ്റ്റെപ്പ് വയ്പ്പാണ്. അപ്പൊ സാധാരണ കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ സൂക്ഷിച്ചു വെക്കുന്ന ആളാണോ? ഒരെണ്ണം കൂടി ചോദിക്കാം. ഒരെണ്ണം കൂടെ ഉണ്ട്. കാലെടുത്ത് വെക്കാൻ സൂക്ഷിച്ചു വെക്കുന്ന ആളല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, മോണിറ്റർ. അപ്പൊ ജയറാം, ഞാൻ ചോദ്യത്തിലേക്ക് വരുന്ന ഒരു സ്റ്റില്ല് കാണിച്ചു തരാം. LED പ്ലേ. തിരുവോണത്തോണിയാണ്. തിരുവോണത്തോണി എഴുന്നള്ളത്ത് നടക്കുന്നത് ഏത് നദിയിലാണെന്നാണ് ചോദ്യം. 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഭാരതപ്പുഴ, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ ഡി അച്ചൻകോവിലാർ, ഓപ്ഷൻ ഡി നെയ്യാർ, ഓപ്ഷൻ ഇ പമ്പ. ആറന്മുള ക്ഷേത്രത്തിന്റെ അവിടെ നടക്കുന്നത് തന്നെയല്ലേ? അതെ. ആറന്മുള അപ്പനുള്ള ഓണസദ്യക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന തോണിയാണ് തിരുവോണത്തോണി. ഞാനും മോനും കൂടി പോയിട്ടുണ്ടായില്ലേ? ഞങ്ങൾ ആറന്മുള സദ്യക്ക് പോയിട്ട് മകനെ അതിലേക്ക് ഞാൻ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. പോയിട്ടുണ്ട്. അവിടുത്തെ വള്ളംകളി. ആറന്മുള സദ്യക്ക് എത്ര രൂപ ഉണ്ടെന്ന് ജയറാമിന് അറിയാമോ? 80 60 ശിഷ്ടം 80-നടുത്തുണ്ട്. 80-നടുത്തുണ്ട്. ഇവിടെ പോകുന്ന ഒരു വേറെ നടനുണ്ട്, സുരേഷ് ഗോപി. അതല്ലേ? ഉണ്ട്. അതിന് അവിടുത്തെ ആ തോണി പാട്ടിന് തന്നെ ഒരു പ്രത്യേക ഒരു അതെന്തൊരു ഇതാണെന്ന് അറിയാമോ? ആവേശമാണ്. അയ്യോ, ഭാരതപ്പുഴയല്ല, പെരിയാറല്ല, നെയ്യാറും അല്ല, അച്ചൻകോവിലാറാണോ പമ്പയാണോ? അയ്യോ, ഇതാണ് പറഞ്ഞത്. സൂക്ഷിക്കണം. നമ്മൾ വളരെ ലളിതമാണെന്ന് തോന്നുന്നു. ലളിതമാണ് കുഴയ്ക്കുന്നത്. മാത്രമല്ല ഇത് 10 ലക്ഷം എന്നുള്ള കടമ്പയാണ്. ഞാനെന്നാ ഹെൽപ്പ് എടുക്കാം. അത് വെറുതെ കറക്കി കുത്തിയാല്. ഭാരതപ്പുഴയല്ല, പെരിയാറല്ല, നെയ്യാറല്ല, 10 ലക്ഷം രൂപ ആ കുഞ്ഞിന് കിട്ടുന്ന കാര്യമാണ്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ഒരുപാട് പുണ്യമാണ് ഈ സമയത്ത്. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. എനിക്ക് സംശയമുള്ള 2 ഓപ്ഷൻസ് ഞാൻ പറയാം. ഒന്നില്ലെങ്കിൽ എ ആയിരിക്കാം, അല്ലെങ്കിൽ ഇ ആയിരിക്കാം. ഭാരതപ്പുഴ, പമ്പ, ഇത് രണ്ടുമാണ് പറഞ്ഞത്. കിട്ടിയോ സാർ? കിട്ടിയോ? നെഞ്ച് പമ്പ സാർ. പമ്പയാറ്റിലാണ്. എന്റെ അയ്യപ്പന്റെ പമ്പയാറ്റിലാണത്. പമ്പയാറ്റിനെ സംബന്ധിച്ചുള്ള ഏത് പാട്ടാ ജയറാമിന്റെ ഓർമ്മ വന്ന ഇപ്പൊ? പമ്പയാറിൻ പൊൻകുളിനത്തിൽ പനിമതി പോലൊരു അത് എത്രയോ ഉണ്ടല്ലോ. പമ്പയിൽ കുളിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അത് കുട്ടിക്കാലത്ത് തുടങ്ങിയ കളിയാണ്. അപ്പൊ പിന്നെ പമ്പ വിട്ടൊരു കളിയില്ല. ഉത്തരം ശരിയാണ്. 10 ലക്ഷം. 1 million. 10 ലക്ഷം. ഒൺമാൻ ഷോയുടെ ക്ലൈമാക്സ് പോലെ 10 ലക്ഷത്തിലേക്ക് സൂപ്പറായി. കാര്യം ആ മണ്ണൂർ അല്ലെ കുട്ടി രജിത, അവൾക്ക് 10 ലക്ഷം രൂപ അർഹതപ്പെട്ടതാണ് ദൈവം കൊടുക്കുന്നത്. എങ്ങനെ അവര് കണ്ടെത്തി സർ? ജയറാം, ഫ്ലവേഴ്സിന് ചെണ്ടക്കോലിടുന്ന സമയത്ത് ഇല്ലാത്തൊരു ഭാഗ്യം ഇപ്പൊ ഫ്ലവേഴ്സിനുണ്ട്. ഫ്ലവേഴ്സിന്റെ മടിത്തട്ടിൽ വാർത്താ ചാനലുണ്ട്. ഇപ്പൊ എല്ലാ സ്ഥലത്തും റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അവർ വ്യാപകമായി നടന്ന് അന്വേഷിക്കുന്ന ഏറ്റവും ഇപ്പൊ നമ്മൾ ഒരുപാട് ചാരിറ്റി ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ കേരളത്തിലെ വിവാഹമായിട്ട് ചേർന്ന് 300 വീട്ടിൽ മൊബൈൽ ഫോൺ കൊടുക്കും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ജയറാം, ലോകത്ത് പല സ്ഥലത്തും പൈസയുള്ള മലയാളികളുണ്ട്. അവരെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പല ആൾക്കാർക്കും വീട് വെച്ച് കൊടുക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മൾ ആകെ ഒരു കോർഡിനേഷൻ വർക്കേ ചെയ്യുന്നുള്ളൂ.
ചെയ്യുന്നതൊക്കെ വിദേശ മലയാളികളൊക്കെ ആയിരിക്കും. അപ്പൊ മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ എല്ലാ താലൂക്കുകളിലും ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരുടെ സംഘടന ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഈ കോവിഡ് കാലത്ത് ആൾക്കാർ മരുന്നിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ടാൻ പാടില്ല, അത് എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയിലാണ്. വിദേശ മലയാളികൾ എത്ര പേര്. പിന്നെ ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് ജയറാം, നമ്മുടെ ആൾക്കാരെ ഏറ്റവും സഹായിച്ചിരുന്ന വിദേശത്തുള്ള ഗൾഫ് നാടുകളിലേക്ക് മലയാളികളാണ്. അവരുടെ അവസ്ഥ ഇപ്പൊ ഇവിടുത്തെ ഉള്ളവർക്ക്, കാരണം അവരെല്ലാം ഇവിടെയാണ്. 2 ലക്ഷം ആൾക്കാർ ഇവിടെ കിടക്കുന്നു, ഇപ്പൊ പോയിട്ടില്ല. അപ്പൊ അവര് അമേരിക്കയിലായാലും എവിടെയായാലും. അതെ, അല്ല, ലണ്ടനില് ഗുരുവായൂരപ്പന്റെ ഇതേപോലത്തെ ഗുരുവായൂരുള്ള പോലത്തെ ക്ഷേത്രം പണിയണമെന്ന് ഈ ഗുരുവായൂർ തന്നെയുള്ള ഹരിയേട്ടൻ മരിച്ചുപോയ ഹരിയേട്ടൻ എല്ലാം കൂടിയിട്ട് ഞാനതിന് പോയിരുന്നു. അതിന് ഞാനും വൈഫൊക്കെ ഓർമ്മയുണ്ട്. അന്ന് ഗുരുവായൂരപ്പ ക്ഷേത്രം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഏറ്റവും ആദ്യം ഏറ്റവും വലിയ എമൗണ്ട് എന്റെ കൈകൊണ്ട് വേണമെന്ന് പറഞ്ഞ് MA യൂസഫലി സാറാണ് കൊടുത്തത് അവിടെ വെച്ച്. മനസ്സിലായി. അതാണ് അദ്ദേഹമാണ് ഏറ്റവും ആദ്യം ആ ക്ഷേത്രം എന്റെ ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ എന്റെ ആയിരിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹമാണ് ഏറ്റവും ആദ്യത്തെ പൈസ കൊടുത്തത്. മനസ്സിലായി. ഭയങ്കര. മാത്രമല്ല പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്, അതുകൂടി പറയാം. ഒരു കുഞ്ഞു കഥയാണ്. മലയാളത്തിലെ 2 നടന്മാർ, പേര് ഞാൻ പറയില്ല. അതിൽ ഒരാള് ഇങ്ങനെ അടുത്ത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലെ വാച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പേര് അതിൽ കൊത്തിയിരിക്കുന്നു ആ വാച്ചിൽ. ഞെട്ടി, ഇതെന്താ കസ്റ്റം മെയ്ഡായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്? അപ്പം തിന്നാ പോരെ, കുഴിയെണ്ണന്റെ കാര്യമില്ലെന്ന്. അതൊക്കെ അങ്ങനെയാണ് ലോകത്ത് പല അറിയപ്പെടുന്ന ആൾക്കാരെ നമ്മളുണ്ടായി ചെയ്തു തരുന്നത്. അതിനുശേഷം മറ്റൊരു നടന അടുത്ത ആളെയും കണ്ടു, ഇതേപോലെ കണ്ടപ്പോ അത് ഞെട്ടി ഞാൻ. ദൈവമേ, അവിടെ പേര് ആഹാ പറഞ്ഞപ്പോ അതാണ് ഇതെല്ലാം ഓരോ ഭാഗ്യങ്ങളോട് സംഭവിക്കുന്നതാണ്, മറ്റേതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു, വലിയ വലിയ ആൾക്കാർ ഇവരൊക്കെ കസ്റ്റം മെയ്ഡ് അവർ ചെയ്തു കൊടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ കമ്പനി അറിയാമല്ലോ, ലോകം മുഴുവൻ അറിയപ്പെടുന്നവരാണ്, ഇല്ല അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം MA യൂസഫലി സാറിന്റെ കൂടെ ഒരു യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടായി. അങ്ങനെ കയറി അങ്ങനെ കയറിയ പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നോക്കിയപ്പോൾ MA യൂസഫലി എന്ന് എഴുതിയ അദ്ദേഹത്തിന്റെ വാച്ച്. ഞാൻ പറഞ്ഞു, സാർ ഇതെങ്ങനെയാണ് ഇത് കസ്റ്റം മെയ്ഡ്? ഞാൻ ഇതേപോലെ വേറെ 2 പേരുടെ കയ്യിൽ കണ്ടല്ലോ. അത് ഞാൻ കൊടുത്തല്ലേ? അവരിതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? ഞാൻ കൊടുത്തല്ലേ എന്ന് പറഞ്ഞു. ആണോ, എന്താ ജയറാമിന് വേണോന്ന് ചോദിച്ചു. സാറത് എനിക്ക് തരികയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് ഞാൻ തന്നാന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുകയും ചെയ്യുന്നു പറഞ്ഞു. ഒന്ന് ആ ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഈ വാച്ചിൽ ജയറാം കുത്തിയിട്ടുണ്ട്. ഇത് ലൂയി മോണാന്ന് ജയറാം നോക്കിക്കോളൂ. എന്റെ പേരില് യൂസഫലി സാർ ഉണ്ടാക്കി അതിന്റെ താഴെ ജയറാം എന്ന് പേര് കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 15 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 15 lakhs. Yes. 15. Yes, sir. Okay. ആദ്യമായിട്ടായിരിക്കും ഒരു മത്സരവേദിയിൽ പോയി 15 ലക്ഷത്തിന് മത്സരിക്കുന്നത്. ആദ്യമായിട്ടാണ്. വേറെ വരായിരുന്നോ? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അച്യുതിയോട് പറഞ്ഞു ഇങ്ങനെ മത്സരത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞു. പോകുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇത്രയും എത്തുന്നു വിചാരിച്ചിട്ടില്ല. ഇല്ല. അതും ഈ കുട്ടിക്ക് വേണ്ടി കളിക്കുന്നുള്ളൂ എനിക്കറിയാം. ഇവിടെ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമ്മളിത് സംപ്രേഷണം ചെയ്യുമ്പോഴേ അത് കഴിഞ്ഞ് ജയറാം വീട്ടിലൂടെ ഇന്ന് വരുമ്പോൾ അവർക്ക് തന്നെ ഒരു ബഹുമാനമായിരിക്കും പിള്ളേർക്ക്. അച്ഛൻ ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു അല്ലേ? അവർ വിചാരിക്കും സിനിമാ പ്രസിദ്ധീകരണം മാത്രമേ വായിക്കുന്നുള്ളൂ, വാർത്തകളൊന്നും കാണുന്നില്ല എന്നൊക്കെ ആയിരിക്കും. ലോക പരിചയമുണ്ട് മോനെ എന്ന് പറയാൻ അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് അല്ലേ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അയ്യോ, അതുപോലെ ഒന്നുമില്ല. അപ്പോ മോണിറ്റർ പ്ലീസ്. ജയറാം, ചോദ്യം ഇതാണ്. ഇത് ഇനി പറയുന്ന പേരുകളിൽ മഹാബലി എന്നും അറിയപ്പെട്ടിരുന്ന പല്ലവ രാജാവ് ആരാണ്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ നരസിംഹവർമ്മൻ, ഓപ്ഷൻ ബി മഹേന്ദ്രവർമ്മൻ, ഓപ്ഷൻ സി നന്ദിവർമ്മർ, ഓപ്ഷൻ ഡി സിംഹവർമ്മൻ, ഓപ്ഷൻ ഡി അപരാജിതവർമ്മൻ. നരസിംഹവർമ്മൻ 1-ാമനാണ്, മറ്റേ മഹേന്ദ്രവർമ്മൻ 2-ാമനാണ്, നന്ദിവർമ്മർ 1-ാമനാണ്, സിംഹവർമ്മൻ 2-ാമതാണ്. അല്ല, ഇതിലെ മഹാബലി എന്ന് അറിയപ്പെട്ടിരുന്നു, മഹാബലി എന്നും അറിയപ്പെട്ടിരുന്നു ഈ രാജാവ്. ചെന്നൈയിലെ മഹാബലിപുരം ഇല്ലേ ജയറാം? അതെ. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഈ പേര് വന്നത്. അപ്പൊ ഈ മഹാബലിയുടെ റേഞ്ച് അവിടെ കിടക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം. അതെങ്ങനെയായിരിക്കും അവിടെ വന്നത്? മഹാബലിയുടെ നമ്മുടെ കേരളത്തിന്റെ മാത്രമാണ് മഹാബലി എന്നാണ്. അല്ല, ഈ രാജാവിന് ഇങ്ങനെ ഒരു പേരുണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഓ, മഹാബലി. അപ്പൊ അങ്ങനെ മഹാബലിപുരം ഉണ്ടായി ആ രാജാവിന്റെ പേരിൽ. ഓ, ശരി. അന്ന് എനിക്കൊന്ന് ജയറാം കേരളം എന്ന് കാണത്തില്ല, ചിലപ്പോ കേരളം ഉണ്ടാവില്ല. അതായിരിക്കാം. ശരി. നരസിംഹവർമ്മൻ, മഹേന്ദ്രവർമ്മൻ, നന്ദിവർമ്മർ. ഇതിനകത്തുള്ള ഒരു അപകടം ജയറാമിന് അറിയാമല്ലോ. തെറ്റിയാൽ 10-1 1 ലക്ഷമായി പോകും. ഇപ്പൊ കിട്ടി ഈ 10 ലക്ഷം. അയ്യോ, അങ്ങനെയുണ്ട്. അപ്പൊ നമ്മളെ ഈ കുട്ടിയോട് കാണിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് സംശയമുണ്ടെങ്കിൽ താങ്കൾ തെറ്റു പറയരുത്. ഇവിടെ കഴിഞ്ഞു. അവിടെ 3 കഴിഞ്ഞു. ഇത് തെറ്റിപ്പോയാൽ 10-1 കിട്ടും. 1 ലക്ഷം. നേരത്തെ കീശയിലുള്ള 10 ലക്ഷത്തിന്റെ 10%.
അതേസമയം പിൻവാങ്ങിയാൽ അവൾക്ക് 5 ലക്ഷം കിട്ടും. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. കാര്യം അവളുടെ ചികിത്സയ്ക്ക് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല. ശരിയാൽ 15 കിട്ടും. കിട്ടും. പറഞ്ഞ് തെറ്റിച്ചാൽ അപകടമാവും. എനിക്കതാ പേടി. കാരണം ലോകം മുഴുവൻ ജയറാമിനെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുക പറഞ്ഞ് തെറ്റിക്കുമോ എന്നറിയാനായിട്ട്. തീരുമാനം സൂക്ഷിച്ചെടുക്കണം. അങ്ങനെയല്ല, തീരുമാനം താങ്കളുടേതാണ്. പിന്മാറാം. നമുക്ക് ഒരു കാര്യം ചെയ്തല്ലോ ജയറാം. ഇപ്പൊ നമുക്ക് ആ കുട്ടിയെ ഒന്ന് കണ്ടാലോ. പ്ലീസ്. മോളെ മോളെ കേക്കാമോ? അവള് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. കേക്കാമോ? ഞാൻ പറയുന്നത് കേക്കാമോ മോളെ? കേക്കാം. മോൾക്ക് ഇതുവരയ്ക്കും ഇത് 15 ലക്ഷത്തിന്റെ ചോദ്യമാണ്. ഇതിൽ എങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാല് മോൾക്ക് അത് 1 ലക്ഷത്തിലേക്ക് വരും. ഞാനിപ്പോ ഈ കളിയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ മോൾക്ക് 5 ലക്ഷം രൂപ കിട്ടും. ഞാന് പിന്മാറട്ടെ മോളെ? എനിക്കിത് അറിയില്ല ചോദ്യം. ഇത് വളരെ ടഫായിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല. അമ്മ പറയൂ. അമ്മ പറയൂ. അമ്മയും പറയുന്നു പിന്മാറുന്ന നല്ലത്. അമ്മ പറയൂ. ഞാൻ കളിക്കണോ പിന്മാറണോ? എങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്മാറുന്ന നല്ലതെന്നാണ് അമ്മ പറയുന്നത്. അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെയും ആഗ്രഹം, കാരണം അത് 1 ലക്ഷത്തിലേക്ക് താഴാൻ പാടില്ല. അയ്യോ വേണ്ട. അപ്പൊ ജയറാം നമ്മളൊരു തീരുമാനം എടുക്കുന്നു അല്ലേ? ജയറാം സ്വന്തമായി എടുക്കുന്ന തീരുമാനമാണ്. തീരുമാനം ഞാന് ഇതിന്ന് ക്വിറ്റ് ചെയ്യാണ്, പിന്മാറുകയാണ്. അപ്പോ 5 ലക്ഷമായി അത് പൂട്ടി. 5 ലക്ഷം ആ കുട്ടിക്ക് കിട്ടും. 5 ലക്ഷം കുട്ടി കിട്ടും. ഓക്കെ. അത് നമ്മൾ ഡയറക്റ്റ് അയച്ചു കൊടുക്കും. ചെക്ക് ജയറാമിന് ഇപ്പൊ ഏൽപ്പിക്കും. പക്ഷെ നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോ ഇനിയിപ്പോ ജയറാം ഒരു ഉത്തരം പറയും. കാരണം എന്തോ ആയിക്കോട്ടെ, പരാജയപ്പെടാത്തൊരു വർമ്മനും അവിടെ ഉണ്ട്. അപരാജിത വർമ്മൻ. അതാണ്. മഹേന്ദ്രവർമ്മനാണ്. ഭാഗ്യമായി ജയറാം പിന്മാറിയത്. ഉത്തരം തെറ്റാണ്. നരസിംഹവർമ്മൻ ഒന്നാമനായിരുന്നു ശരി ഉത്തരം. നമ്മളത് പറഞ്ഞു ഒന്നാമത്. ദൈവമേ, അല്ലെങ്കിൽ വലിയ അപകടമായി പോയിരുന്നു. ഓക്കെ ജയറാം, എനിക്കൊന്ന് വളരെ ദീർഘമായൊരു സംഭാഷണമായിരുന്നു ജയറാമിൻ്റെത്. മാത്രമല്ല ജയറാം എപ്പോഴും ജയറാമിനോട് സംസാരിക്കുമ്പം എനിക്കും ഭയങ്കര സന്തോഷമാണ്. കാര്യം ഒരുപാട് കാലം കാണാതിരുന്ന 2 സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നല്ല ജയറാം സംസാരിക്കുന്നത്. പക്ഷെ മാത്രമല്ല ഞാനൊന്ന് ഒരുപാട് ഞാൻ എപ്പോഴും ജയറാമിനോട് സംസാരിക്കും. പിന്നെ ജയറാമിന്റെ അനുഭവ സമ്പത്ത്, ഫലിതബോധം, ആ ചിന്താധാര, പിന്നിപ്പോ മറ്റുള്ള ഭാഷകളിലേക്ക് പോകുന്ന ഒരു കാലം, ഇതൊക്കെ ജയറാമിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. മാത്രമല്ല ഈ ലെജൻഡുകളുള്ള ജയറാമിന്റെ ആദരവ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഈ ഓണക്കാലത്ത് താങ്കളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത്. ഞാനാണ് സത്യം. ഇന്നത്തെ ദിവസം ഈ ഓണം ഇത്രയും എനിക്കൊരു നിറഞ്ഞ ഓണം അടുത്തൊരു കുറേ വർഷങ്ങൾക്കുണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് കളിക്കാൻ സാധിച്ചു. ആ കുട്ടിയുടെ കുടുംബത്തിലേക്ക് വേണ്ടി 5 ലക്ഷം രൂപ എനിക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ മഹാഭാഗ്യം തന്നെയാണ്. അപ്പൊ എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. ഓക്കെ, ഇനി താങ്കൾ ആന്ധ്രയിലേക്ക് അല്ലെ, അടുത്ത ലൊക്കേഷനിലേക്ക് അതെ, ചെന്നൈ വഴിയായിരിക്കും പോവാ? ചെന്നൈ വഴി വീട്ടിലൊക്കെ പോയി ഓണമൊക്കെ ആഘോഷിച്ച്. ഓക്കെ, അപ്പോ അശ്വതിയോടും മക്കളോടും ഒക്കെ എന്റെ അന്വേഷണം. ഓക്കെ, ഹായ്, നിങ്ങൾക്ക് ഓണാശംസകൾ. അപ്പൊ നമുക്കിനി ലെവൽ 1 കൂട്ടേട്ടാ. Level 1. മോളെ രജിത, ഞങ്ങൾ മത്സരം അവസാനിപ്പിച്ചു. മോൾക്ക് 5 ലക്ഷം രൂപ ഒരുപാട് ആലോചിച്ചൊക്കെ തന്നെയാണ് ജയറാം അങ്കിള് മറുപടി പറഞ്ഞത്. അതുകൊണ്ടാണ് 5 ലക്ഷം രൂപ ഇപ്പൊ കിട്ടിയത്. അപ്പൊ അങ്കിൾക്ക് ഈ ചെക്ക് കൊടുക്കുന്നതിന് മുമ്പ് മോളോട് അങ്കിള് പറയൂ. അത് കേക്കാമോ മോളു? ഓക്കെ. അപ്പോ ഇപ്പൊ ഈ കോവിഡിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പാലക്കാട് വരാം, ഞാൻ വീട്ടിൽ വരാം. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. ജയറാമിനെ കാണണമെന്നുണ്ടെന്നോ? ഓക്കെ, ഞാൻ വരാം. മോൾ കരയരുത്, വരാം കേട്ടാ. തീർച്ചയായിട്ടും ഒരിക്കൽ വരും മോളെ. ജയറാം അങ്കിള് വരും, പറ്റിക്കത്തില്ല, വരും തീർച്ചയായിട്ടും. ഒരു ദിവസം മണ്ണൂരല്ലേ? തീർച്ചയായിട്ടും വരാം. മണ്ണൂര്. ശരി അമ്മ, ഒരുപാട് സന്തോഷം. അമ്മ ഒരു ദിവസത്തിൽ ജയറാം എത്തും. ഓക്കെ, അപ്പൊ അവരുടെ ജീവിത കാലാവസ്ഥയിലേക്ക് ജയറാം ഒരു ഇറങ്ങും അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഈ 5 ലക്ഷത്തിന്റെ ചെക്ക് ഒപ്പിട്ട് ജയറാം അങ്ങോട്ട് നിന്നാൽ നമുക്ക് കുറച്ചുള്ള പ്രേക്ഷകർ, അതായത് മണ്ണൂരിലെ പാലക്കാട്ടെ രജിതയ്ക്കുള്ള 5 ലക്ഷമാണ്. ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ജയറാം വളരെ സന്തോഷം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടു, ചിരിച്ചു. കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണെങ്കിലും ഒരുപാട് ജീവിത പരമാർത്ഥങ്ങളൊക്കെ ജയറാമിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അഭിനയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ സന്തോഷം. ഇത് തീർച്ചയായിട്ടും ഓണസദ്യ തന്നെയായിരിക്കും പ്രേക്ഷകർക്ക്. അപ്പോൾ പ്രേക്ഷകർക്ക് ജയറാമിന്റെ വക ഒരു ശർക്കര വരട്ടിയോ ഇതായിട്ടൊരു ഓണാശംസ. ഇരട്ടി സന്തോഷമാണ് ഈ ഓണം എന്ന് പറയുന്നത്. കാരണം ഈ ഓണാഘോഷത്തിന് രജനിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് എന്നുള്ളത് എനിക്ക് സത്യമായിട്ട് അറിയില്ല.
ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്ര ഒരു നല്ല പ്രവൃത്തി ഈ ഓണത്തിന് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിനെനിക്കൊരു ഇതുണ്ടാക്കി തന്ന ഫ്ലവേഴ്സ് ടിവിയോടൊക്കെ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിറഞ്ഞ ഓണമാണ്. ഇതിന്റെ പുണ്യം തീർച്ചയായിട്ടും കിട്ടുക എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനായിരിക്കും ഇതിന്റെ പുണ്യം കിട്ടുക. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ആ കുഞ്ഞിനെ കാണാൻ ഇത് കഴിഞ്ഞ വഴിക്ക് തീർച്ചയായിട്ടും പാലക്കാടുള്ള മണ്ണൂരിൽ തീർച്ചയായിട്ടും ഞാൻ എത്താം. എന്തായാലും എന്നെ കൊണ്ട് മുകളിലേക്ക് കളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് അറിയാത്തൊരു ചോദ്യം പറഞ്ഞ് അത് തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഈ പ്രോഗ്രാം നിങ്ങളെല്ലാം എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇനിയും ഈ മഹാമാരിയെല്ലാം മാറി ഒരു നല്ല തിരുവോണം നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് കൂടാൻ അടുത്ത വർഷം ദൈവം ആ ഭാഗ്യം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ലോകത്തെ എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും തിരുവോണാശംസകൾ നേരുന്നു. താങ്ക് യു വൺസ് അഗൈൻ ആൻഡ് ജയ് ഹിന്ദ്. താങ്ക് യു ജയറാം. താങ്ക് യു. താങ്ക് യു. ഈ അഭിമുഖത്തിനിടയിൽ ഞാൻ ജയറാമിനോട് പറഞ്ഞ ഒരു കാര്യം പ്രേക്ഷകരെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കൊരുപാട് പരിമിതികളുണ്ട് ഈ ഓണം ആഘോഷിക്കാൻ. നമ്മൾ മനസ്സുകൊണ്ട് ഓണം ആഘോഷിക്കുക, വീട്ടിനകത്ത് ഓണം ആഘോഷിക്കുക. ഓണം ആഘോഷിക്കാൻ വേണ്ടി പരമാവധി പുറത്തിറങ്ങാതിരിക്കുക എന്നതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. ഈ ഓണം നിയന്ത്രണത്തോടെ ആഘോഷിച്ചാൽ അടുത്ത ഓണം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. മനസ്സുകൊണ്ട് അടിച്ച് പൊളിച്ചേക്കുക. ഗുഡ് ബൈ. ഇനി നാളെ രാത്രി 9 മണിക്ക്.